Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും രേഖപ്പെടുത്തുന്നു. ഗ്ലോബലി വന്നിരിക്കുന്ന ഒരു ക്യൂസൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഓവർനൈറ്റിൽ ഉണ്ടായിരിക്കുന്ന US മാർക്കറ്റുകളുടെ ഒരു പ്രകടനത്തിലേക്ക് കടക്കുമ്പോൾ അത്ര മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് US വിപണികൾക്ക് സാധിച്ചിട്ടില്ല. നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.60% ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. S&P 500 ഡോ ജോൺസ് സൂചിയൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ള ഒരു ഇടിവും രേഖപ്പെടുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരികയാണെങ്കിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു പ്രകടനം തുടരുന്നതായിട്ട് തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. നിലവിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കണക്ക് നിലവിലിപ്പോൾ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. US-ൻ്റെ CPI ഡേറ്റ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നിലവിലെ ഒരു ഫോർകാസ്റ്റ് അനുസരിച്ചിട്ട് പരിശോധിക്കുമ്പോൾ ഹെഡ്ലൈൻ CPI മന്ത് ഓൺ മന്തിൽ ഏകദേശം 0.1% ഒരു വർധനവ് കാഴ്ചവെച്ചുകൊണ്ട് ഏകദേശം 3.4% എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് എത്തും എന്നുള്ള രീതിയിലാണ് ഒരു ഫോർകാസ്റ്റ് വരുന്നത്. ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുകയാണെങ്കിൽ ഹെഡ്ലൈൻ CPIയിലും ഒരു കുറവാണ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നും പറയുന്നു. കോർ CPIയിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം മന്ത് ഓൺ മന്തിൽ 0.2% ഒരു വർധനവും ഇയർ ഓൺ ഇയറിൽ 2.5% എന്ന് പറയുന്ന ഒരു നിരക്കിലേക്കും എത്തും എന്നുള്ളൊരു കാര്യമാണ്. അത് US-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 2%. കഴിഞ്ഞ US ഫെഡ് മീറ്റിങ്ങിൻ്റെ ശേഷവും അവർ പറഞ്ഞിരുന്നത് അവർ 2% എന്ന് പറഞ്ഞിരിക്കുന്ന ടാർഗറ്റിലേക്ക് US-ഇൻ എക്കോണമി അല്ലെങ്കിൽ US-ൻ്റെ ഇൻഫ്ലേഷൻ നിരക്കിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരിക്കും ഫെഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോബ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ വരാൻ വേണ്ടിയിട്ട് പോകുന്ന ഇൻഫ്ലേഷൻ ഡാറ്റയൊക്കെ തന്നെ വിപണികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമായിട്ട് മാറും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കഴിഞ്ഞ് തൊട്ട അടുത്ത ദിവസം തന്നെയാണ് പ്രൊഡ്യൂസർ ലെവൽ പ്രൈസ് ഇൻഡെക്സ് ആയിട്ടുള്ള PPI കണക്കുകളും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിലവിൽ US-ൽ നിലനിൽക്കുന്ന ഇൻഫ്ലേഷൻ സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഈ രണ്ട് ഡേറ്റകളും വരുന്നതോടുകൂടി തന്നെ നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൂടാതെ വന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞെങ്കിൽ US എനർജി അസോസിയേഷൻ്റെ ഒക്കെ തന്നെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതായിരുന്നു. നിലവിൽ നോക്കുകയാണെങ്കിൽ ക്രൂഡ് പ്രൈസൊക്കെ തന്നെ $82 നിന്ന് $87 എന്ന് പറയുന്ന ഒരു നിരക്കിലേക്ക് വർദ്ധിക്കും എന്നുള്ളൊരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഉയർന്ന ഒരു ക്രൂഡ് പ്രൈസ് എന്നതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ്. നെഗറ്റിവിറ്റി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഉയർന്ന ക്രൂഡ് പ്രൈസും ഉണ്ടാക്കാനുള്ള ഒരു കാരണം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് US-ഇറാൻ സംഘർഷം തുടരുന്നതും ബ്ലോക്കേഡുകളും ഒക്കെ തന്നെ സപ്ലൈ സൈഡിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിലിപ്പോൾ ക്രൂഡ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ US EIയുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കണക്കല്ല. അതുകൂടാതെ CPI ഡേറ്റ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഇതിനോടൊക്കെ തന്നെ പ്രതികരിക്കുക? ആദ്യം തന്നെ ഹാപ്പി മോർണിംഗ് വ്യൂവേഴ്സ്. വി ആർ ഇൻ ദ മിഡിൽ ഓഫ് ദ വീക്ക് അല്ലേ. നമ്മൾ മാർക്കറ്റിൽ ജനറലി നോക്കാൻ നേരത്തെ എന്താ ഇപ്പോൾ ആ ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ എന്ന് പറയുന്നത് ഒരുമാതിരി തന്നെ സ്റ്റെബിലൈസ് ചെയ്തേക്കുന്നു. ഇപ്പോൾ നിഫ്റ്റി എത്രയാണോ അതിൻ്റെ ഏതാണ്ട് 3.5 ടൈംസ് തന്നെയാണ് സെൻസെക്സ് വരുന്നത്. ബട്ട് ഗണ്യമായ രീതിയിൽ വോളിയം നല്ല രീതിയിൽ കുറഞ്ഞു എന്നുള്ളത് അതാണോ സെബി അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ ഒരു റൂള് കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ബട്ട് ഈവൻ ദെൻ ട്രേഡിംഗ് വോളിയം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത്. മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ജനറലി നോക്കുമ്പോൾ ഒരു കൺസോൾഡേറ്റിംഗ് റേഞ്ചിലാണ് വിത്ത് എ നെഗറ്റീവ് ബയസ്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് മാർക്കറ്റിൻ്റെ ബുള്ളിഷ് സെൻസ് പോയി എന്നല്ല, എങ്കിലും മാർക്കറ്റിന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അപ്സൈഡിന് വേണ്ടിയിട്ട് മാർക്കറ്റ് കാരണം കാത്ത് നിൽക്കുന്നത് പോലെയാണ് കാണുന്നത്. നമ്മൾ ഈ ഇൻവെസ്റ്റിംഗ് ടേംസിൽ നമ്മൾ സാധാരണ പറയില്ലേ, അതായത് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് കം വെൻ ഗ്രേറ്റ് കമ്പനീസ് ആർ സറൗണ്ടഡ് ബൈ അൺയൂഷ്വൽ വൺ ഓഫ് സർക്കംസ്റ്റൻസസ്. അതായത് ചിലപ്പോൾ വലിയൊരു ബ്യൂട്ടിഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത് ഗ്രേറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ കമ്പനീസ് ഒരു സിംഗിൾ ഇഷ്യൂവിൻ്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് താഴേക്ക് പോകുമ്പോഴായിരിക്കാം എന്നുള്ളത്. ഞാൻ ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ് അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന പോലെ ഈ കമ്പനിയിൽ ഹോൾഡിങ്ങും ഇല്ല. ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ട് എടുക്കുകയും ചെയ്യരുത്. കാര്യം ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഫ്ലാഷ് ന്യൂസ് അനുസരിച്ച് ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഏതാണ്ട് ഷെയർസ് 10% ഡൗൺ ആണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ MD ആൻഡ് CEO സുധീർ സീതാപതിയുടെ റെസിഗ്നേഷൻ ആയിരിക്കണം ഒരു പക്ഷേ ഈ പറയുന്ന പോലെ മാർക്കറ്റിനെ ഷോക്ക് ചെയ്തത്. അത് കാരണം തന്നെ മേ ബി ഈ CEOനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നിരിക്കാം. ഗോദ്രേജ് കൺസ്യൂമറിൻ്റെ നല്ല രീതിയിലായിരിക്കാം ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഡൻ എക്സിറ്റ് അല്ലെങ്കിൽ റെസിഗ്നേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ചിലപ്പോൾ ഒരു നെഗറ്റീവായിട്ട് എടുത്ത് അതിനെ സെല്ല് ചെയ്യുന്നത് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. 10% ഡൗൺ ആണ്.
ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാനിത് അഡ്വൈസും സോളിസിറ്റേഷൻ റെക്കമെൻഡേഷൻ ചെയ്യില്ല. മാർക്കറ്റിൽ പെട്ടെന്നൊരു ആക്ടിവിറ്റി നടന്നപ്പോൾ ഞാനൊന്ന് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രം. കാരണം നമ്മളറിയാലോ, ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ അല്ലെങ്കിൽ ITC, ബ്രിട്ടാനിയ, പാർലെ, കൊക്കക്കോള, പെപ്സി, നെസ്ലെ, കാഡ്ബറീസ്, മൊണ്ടാലസ് എന്നിങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഷെൽഫ് ഒക്യുപ്പൈ ചെയ്യുന്നത്, അതേപോലെ തന്നെയാണ് ഇപ്പോൾ ടാറ്റ കൺസ്യൂമർ ആയാലും ശരി, അതേപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമറും ഇന്ത്യൻ റീറ്റെയിൽ ബിഹേവിയറിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രോസറി പർച്ചേസിൻ്റെ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഹൗസ് ഹോൾഡ് എക്സ്പെൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഗോദ്രേജ് നമ്മുടെ രീതിയിൽ കുറച്ചുകൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ എന്ത് തരം FMCG പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പോൾ യൂണിലിവർ ആണെങ്കിൽ കൂടുതലും കോസ്മെറ്റിക്സ്, ഡിറ്റർജൻറ്റ്, സോപ്പുകളിലൊക്കെയാണ്. ITC കൂടുതലും പാക്കേജ്ഡ് ഫുഡ്സ്, ടിഷ്യൂ പേപ്പർ, അതുപോലെ തന്നെ നോട്ട് ബുക്സ്, ഇങ്ങനത്തെ രീതിയിലാണ്. ബ്രിട്ടാനിയ കൂടുതലും ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, കുക്കീസ്. നെസ്ലെ ആണെങ്കിലോ മാഗി നൂഡിൽസ്, കോഫി എന്നുള്ള രീതിയിലൊക്കെ പോകും. യൂണിലിവറിനും ടീ ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ടീയും കോഫിയൊക്കെ ഉണ്ട്. ബ്രൂ, 3 റോസസ്, താജ്മഹലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇവരൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടുള്ള ഇപ്പോൾ ആംബി പ്യുർ പോലെയുള്ള സാധനം, ഗോദ്രേജിൻ്റെ ഹെയർ ഡൈ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഹിറ്റ്, ഇതൊക്കെ ഈ പറയുന്ന പോലെ ഗോദ്രേജിൻ്റെ ഫോർട്ടയാണ്. അപ്പോൾ ആ ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സിൽ ഇതേപോലെ ഒരു 10% താഴേക്ക് വരുമ്പോൾ നമ്മൾ ഗോദ്രേജ് ഫാമിലി നമുക്കറിയാം, പണ്ട് മുതലുള്ള ഫേമസ് കുടുംബമാണ്. വളരെ എന്താ പറയുക എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ഉള്ള ഒരു പാർസി കുടുംബമായിട്ടാണ് നമ്മൾ ഗോദ്രേജിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഗോദ്രേജ് സ്റ്റോക്സിൽ ഇതേപോലെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസ് വരുമ്പോൾ നമ്മളൊന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ഇതൊരു ബൈ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ന്യൂസ് മാത്രം പറയുന്നു എന്ന് മാത്രം. അതുകൂടാതെ തന്നെ പോകെ ഇന്ന് നമ്മൾ സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ബിസിനസ്സുകളൊന്നുമില്ല. കാര്യം മാർക്കറ്റിൽ ഞാൻ വ്യക്തിപരമായിട്ട് വളരെ കംഫർട്ടബിൾ അല്ല. കാര്യം വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം, US FI സെല്ലിംഗ് വരുമോ, അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിമ്പിൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെഗ്മെൻറ്റിലെ ഓവർ വാല്യൂഷൻ ഭയങ്കര സ്ട്രക്ചർഡാണ്. അതിനകത്ത് പല ഡേറ്റാസും വരുന്നുണ്ട്. അവരുടെ റിസൾട്ട്സ് നല്ലതാണ് എന്നുള്ള ഡേറ്റാസ് വരുന്നുണ്ട്. FIs അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തു ഈ ക്വാർട്ടറിൽ. ഇതൊക്കെ കൊണ്ടാണെന്നേ ഈ സ്റ്റോക്കിന് ഇത്രയും 100-80 PE നേരത്തെ കൊടുത്തിരിക്കുന്നത്. ഈ 80 PE 100 PE ഒക്കെ ഓരോ സ്റ്റോക്കിനും നേരത്തെ മാർക്കറ്റ് അസൈൻ ചെയ്യാൻ കാര്യം എന്താ? ഇവർ 30%, 40%, 50% ഗ്രോത്ത് കയറും എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു സിറ്റിയിൽ നമ്മൾ മെട്രോ വരുന്നു എന്ന് പറഞ്ഞാണ് അവിടെ റിയൽ എസ്റ്റേറ്റ് കയറുന്നത്. ആ റിയൽ എസ്റ്റേറ്റിന് നല്ല രീതിയിൽ ഒരു കയറ്റം ഉണ്ടാവും. കാര്യം വെച്ചാൽ എന്താ, നിർദ്ദിഷ്ട റെയിൽവേ അല്ലെങ്കിൽ മെട്രോ ടെർമിനൽ വരും എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെ അഡ്വാൻസ് ആയിട്ട് ഒരു ഫ്യൂച്ചറിലെ ഗ്രോത്തിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം വരും. എന്നാൽ അവിടെ മെട്രോ വന്നതിന് ശേഷം പിന്നെ അവിടുന്ന് റേറ്റ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത് വലിയ രീതിയിലാവില്ല എന്നുള്ളത്. അതേപോലെ നമ്മൾ പല സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിൽ എന്തൊക്കെ ഗുഡ് ന്യൂസ് ആണോ അതൊക്കെ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് അത് കയറുന്നത്. ബട്ട് ആൾക്കാരുടെ നമ്മളെ പോലത്തുള്ള ഒരു പ്രശ്നം എന്താ, സൈക്കോളജി, ബിഹേവിയറൽ ഫിനാൻസിൽ നമ്മളൊരു വാക്ക് പറയും, കൺഫർമേഷൻ ബയസ്. കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റോക്കിനെ നമ്മൾ നമ്മുടേതായ ഒരു ഐഡിയയിൽ മേടിച്ച് വെച്ചേക്കും. അത് മേടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ അനുകൂലകരമായിട്ടുള്ള ന്യൂസുകൾ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂ. നമ്മൾ അതിനെതിരെ പറയുന്നവരെ നമുക്ക് ഇഷ്ടപ്പെടില്ല, ഇവന് വിവരമില്ല, ഇവൻ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെടുക്കുക. കാര്യം വെച്ചാൽ നമ്മുടെ തീസിസിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് എടുത്ത് കളയും. അതുമാത്രമല്ല, നമ്മൾ ആ കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും ന്യൂസ് വരുമെന്ന് വെച്ചാൽ നെഗറ്റീവ്, അതിനെ പാടെ അങ്ങ് നിരാകരിക്കും. എന്നാൽ അതിന് എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസ് വരണമെങ്കിൽ നമ്മൾ അതിനെ പൊക്കി പിടിക്കും. ഇതൊക്കെയാണ് മാർക്കറ്റിൽ 99% ആൾക്കാർക്കും പറ്റുന്ന തെറ്റ്. അതുകൊണ്ടാണല്ലോ 99% ആൾക്കാരിൽ നിന്നും പൈസ 1% പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിൽ ഞാൻ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്യാഷിൽ പോകുന്നില്ല. പക്ഷേ മാർക്കറ്റിൽ എന്തോ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വരുന്നുണ്ട്, തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഞാനൊന്ന് ഷെയർ ചെയ്തു മാത്രം. ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് സ്പോട്ട്ലൈറ്റിൽ അത് കാരണം തന്നെ നമ്മളൊരു ബിസിനസ്സിനെ ഒന്നും അവതരിപ്പിക്കുന്നില്ല. കാര്യം അതിൻ്റെ ഒരു സമയമല്ല, അതിന് പറ്റിയൊരു എൻവയറൺമെൻറ്റും അല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, പല പ്രേക്ഷകരും എന്നോട് പേഴ്സണലി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിലെ മാർക്കി ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, വളരെ ലീഡിങ് നെയിംസ്, പോപ്പുലർ ആയിട്ടുള്ള, ഞാൻ പറയുന്ന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം. ഒരു എന്താ പറയുക, ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒരു മ്യൂച്വൽ ഫണ്ടോ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായ മോർഗൻ സ്റ്റാൻലി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ JP മോർഗൻ, ഗോൾഡ്മൻ സാക്സ്, ഇവരെക്കുറിച്ചൊന്നുമല്ല, CLSയെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റർ. ഇപ്പോൾ രാകേഷ് ജുൻജുൻവാല, മരിച്ചുപോയ അദ്ദേഹം ലെജൻഡറി ഇൻവെസ്റ്റർ രാകേഷ് ജുൻജുൻവാല അല്ലെങ്കിൽ രാധാകൃഷ്ണൻ ദമാനി, ഇവരുടെയൊക്കെ ഈ അടുത്ത കാലത്ത് ഈ മാർച്ച് 31 മുതൽ ജൂൺ 30, 2026 വരെ ആ സമയത്ത് അവരുടെ ഹോൾഡിങ്സിൻ്റെ ടോപ്പ് 3 എത്രയായിരുന്നു,
അവരെത്രത്തോളം അവരുടെ പോർട്ട്ഫോളിയോ ഇൻക്രീസ് ചെയ്തു, ഏതൊക്കെ സ്റ്റോക്കുകളിൽ ഇൻക്രീസ് ചെയ്തു, ഏതൊക്കെ സ്റ്റോക്കുകളിൽ അവർ സ്റ്റേക്ക് കുറച്ചു എന്നുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ പറയുന്നു. അത് ഈ കൂടുതലും ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയാണ്. ഈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പൈൻഡ് ആയിട്ടുള്ള, അതായത് ഒരാൾക്ക് കമ്പൈൻഡ് ആയിട്ടുള്ള മാർക്കറ്റ് ഹോൾഡിംഗ് 1000 കോടിക്ക് മുകളിലുള്ളവരുടെ പേര് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് വേറൊരു സോഴ്സിൽ നിന്ന് കിട്ടിയത്, ഞാൻ അതിനകത്ത് നിന്ന് സെർച്ച് ചെയ്ത് എടുത്ത കാര്യം തന്നെയാണ്. കൂടാതെ ഒരു സ്റ്റോക്കിൽ അവർക്ക് ടോട്ടൽ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡിങ്ങിൽ 1% മുകളിൽ ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് ടോട്ടലായിട്ട് മാർക്കറ്റിൽ ഇൻവോൾവ്മെൻറ്റ് 1000 കോടിക്ക് മുകളിൽ ഹോൾഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുമാത്രമല്ല അവർ ഓരോ കമ്പനിയിലും ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ആ ടോട്ടൽ കമ്പനിയുടെ ടോട്ടൽ ഷെയർ ഹോൾഡിങ്ങിൻ്റെ 1% മുകളിലുള്ളവരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. 1% താഴെ ഹോൾഡിംഗ് ഉള്ള വ്യക്തികളുടെ എടുത്തിട്ടില്ല. ആ ഒരു ഡീറ്റെയിൽ നമുക്ക് സ്പോട്ട്ലൈറ്റിലേക്ക് നമുക്ക് അവസാനം വരുമ്പോഴത്തേക്കും നമുക്ക് ഓരോന്നായിട്ട് പറയാം എന്നുള്ളതാണ്. അതിനു മുമ്പേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂലേക്ക് തന്നെ പോവാം. അതെന്ന് പറയുന്നത് ക്രൂഡ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ അതാണല്ലോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യം. ബ്രൻഡിൻ്റെ വില നോക്കുകയാണെങ്കിൽ $89 to $90 പെർ ബാരലിലേക്ക് ഉയർന്നിരിക്കുന്നു. WTI US ക്രൂഡ് ആണെങ്കിലോ $83 to $84 പെർ ബാരലിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഒരു രീതിയിലും ഈ പറയുന്ന പോലെ ഓയിൽ കൂൾ ചെയ്യുന്ന ഒരു രീതിയെ കാണുന്നില്ല. അതുമാത്രമല്ല, നമുക്കിപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ വഴി മൺഡേ പോയ, അതായത് ഷിപ്പിംഗ് മാരിടൈം ഡേറ്റ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മൺഡേ 6 വെസൽസേ ട്രാൻസിറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ പറയുന്ന പോലെ ലാസ്റ്റ് 10 ദിവസത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 10 പാസഞ്ചർ വെഹിക്കിൾ, അല്ല 10 കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, അല്ലെ വെസൽസ്, 10 വെസൽസ് ഓൾ ടുഗെദർ 10 വെസൽസ് മാത്രമേ അവിടെ ട്രാൻസിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. 10 11 മാക്സിമം, അതിൽ കൂടുതൽ പോയിട്ടില്ല. മൺഡേ മാത്രം 6. അപ്പോൾ ആവറേജ് ഒരു 10-11 മാത്രമേ ഒരു ദിവസം പോകുന്നുള്ളൂ എന്നുള്ളതാണ് ലാസ്റ്റ് 10 ദിവസത്തെ ഒരു ആവറേജ് ഡേറ്റ നമ്മുടെ മുന്നിൽ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ക്രൂഡ് എന്തുകൊണ്ട് പൊങ്ങിയിരിക്കുന്നു? ഒന്ന് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ, EIA, നേരത്തെ നിഖിൽ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവരുടെ ഓഗസ്റ്റ് 2026 റിപ്പോർട്ട്, അതിൽ ഇവർ നേരത്തെ ക്രൂഡിനൊരു ഫോർകാസ്റ്റഡ് പ്രൈസിങ് പറഞ്ഞിരുന്നു. അത് അവരൊന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നുള്ള ഡേറ്റ. അതിനു മുമ്പേ നമുക്ക് US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ EIA എന്ന് പറയുന്ന സ്ഥാപനം എന്താണെന്ന് മനസ്സിലാക്കിയാലല്ലേ ഈ ഡേറ്റയ്ക്ക് നമുക്ക് മനസ്സിലാക്കുന്നതിലൊരു വിലയുള്ളൂ. ഇതെന്ന് പറയുന്നത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയുടെ കീഴിൽ വരുന്ന ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസി ആണ് എന്നുള്ളതാണ്. ആ ഏജൻസിക്ക് ഒരുപാട് റെലവൻസ് ഉണ്ട്. US മാത്രമല്ല ഗ്ലോബലി മാത്രം ഒരു ക്രെഡിബിലിറ്റി ഉള്ളതാണ്. കാര്യം അവരുടെ പ്രൈമറി ജോബ് എന്താ? കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. പിന്നെ അതായത് ഡേറ്റ കളക്ട് ചെയ്യുക, അനലൈസ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് പോളിസിയായിട്ട് ഒരു എനർജി ഡേറ്റ, അതായത് അവർക്ക് പല കാര്യങ്ങളും അവർ പോകും. അതായത് അവരൊരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡേറ്റ അനലൈസിങ് ആൻഡ് ഫോർകാസ്റ്റ് മെത്തോഡോളജി ആയിട്ടാണ് അവരെ കണക്കാക്കപ്പെടുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കണക്കാക്കപ്പെടുന്നു എന്നുള്ള. സാധാരണ ഈ ഡേറ്റ ഉപയോഗിച്ചാണ് നമ്മളെപ്പോലത്തെ സാധാരണ ജനങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കമേഴ്ഷ്യൽ മാർക്കറ്റ്സ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽ ഏജൻസി, ഇവരെല്ലാവരും ഈ പറയുന്ന പോലെ US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ EIAയുടെ ഡേറ്റ ഉപയോഗിച്ചാണ്. അതായത് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? അതായത് നമ്മളിപ്പം റീഡ് ചെയ്യുന്ന $98 പെർ ബാരൽ, അല്ലെങ്കിൽ $89 പെർ ബാരൽ, $90 പെർ ബാരൽ എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ വായിക്കുന്നത് ഒരു എക്സ്ചേഞ്ചിൽ. അത് ചിലപ്പോൾ ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിലായിരിക്കാം. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിലെ ഡിജിറ്റലായിട്ടുള്ള US കോൺട്രാക്റ്റ്, നമ്മൾ ഡെറിവേറ്റീവ് എന്ന് പറയും പോലെ ആ കമ്മോഡിറ്റി പ്രൈസാണ് പറയുന്നത്. എന്നാൽ ഫിസിക്കൽ സെറ്റിൽമെൻറ്റും ഒക്കെ പലതും വേറെ രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ഐഡിയ നമുക്ക് വേണ്ടേ എന്താണ് ഒരു ഡേറ്റ എന്ന് പറയുന്നത്? ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്തത് മാത്രം, അല്ലെങ്കിൽ ഇക്വിറ്റി കമ്മോഡിറ്റി മാർക്കറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് പോലെ ഒരു ഡേറ്റ നമ്മളെ റീഡ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ EIA എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ US എക്കണോമിയിൽ വരിക. അവരെന്താ ചെയ്യണേ? അവർ ഓരോ പ്രൊഡക്ഷൻ്റെ ഡീറ്റെയിൽസ് എടുക്കും, ട്രേഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും, കൺസ്യൂമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കും. ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് അവർ ഒരു ഡേറ്റ വരുന്നത്, അവരൊരു ഫോർകാസ്റ്റും കൊണ്ടുവരുന്നതെന്നല്ല. അത് മേജറായിട്ടുള്ള ക്രൂഡ് മാത്രമല്ല, അവരതിനകത്ത് കൊണ്ടുവരുന്നത് നാച്ചുറൽ ഗ്യാസ് കൊണ്ടുവരും, കോൾ കൊണ്ടുവരും, ഇലക്ട്രിസിറ്റി കൊണ്ടുവരും, ന്യൂക്ലിയർ പവർ, റിന്യൂവബിൾ എനർജി, ഇതിനെയൊക്കെ കുറിച്ചൊക്കെ അനലൈസിങ് അവർ നടത്തിയിട്ട് അതിൻ്റെ ഒരു ഫോർകാസ്റ്റ് പറയുന്നതാണ് അവർ ഏജൻസി. കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ഏജൻസി ആയിട്ടാണ് EIA കണക്കാക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ റിപ്പോർട്ട് ഫ്രീ ഓഫ് പൊളിറ്റിക്കൽ ബയസ്, അത് മാത്രമല്ല വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള റിപ്പോർട്ടാണ് എന്നുള്ള. നമ്മൾ പറയുന്ന സാധാരണ ഈ സെക്രട്ടറി ഓഫ് എനർജി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവർക്ക് പോലും ഇവർ കൊണ്ടുവരുന്ന ഡേറ്റയെ തൊടാനോ
അതിനെ ഓൾട്ടർ ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല, ഇൻക്ലൂഡിങ് ഈ പറയുന്ന പോലെ അമേരിക്കൻ പ്രസിഡൻറ്റ്. അതായത് ഇവർ കൊണ്ടുവരുന്ന കമോഡിറ്റി ഡേറ്റ, അത് ഓയിൽ ആയിക്കോട്ടെ, നാച്ചുറൽ ഗ്യാസ് ആയിക്കോട്ടെ, കോൾ ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ന്യൂക്ലിയർ പവർ ആയിക്കോട്ടെ, റിന്യൂവബിൾ എനർജി ആയിക്കോട്ടെ, വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഈ ഇൻഫർമേഷനാണ് എന്നുള്ളത്. അതായത് ഇൻഡിപെൻഡൻറ്റ് പോളിസി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരുടെ ഡേറ്റയ്ക്ക് ഒരുപാട് ക്രെഡിബിലിറ്റി ഉണ്ട്. ആരുടെ? US എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ EIA. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അവരുടെ ഇപ്പോൾ ഫോർകാസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഏർലിയർ അവർ പറഞ്ഞത് ഏതാണ്ട് ഈ 2026 മുതൽ 2027 വരെ ബ്രെൻഡ് ക്രൂഡിൻ്റെ പ്രൈസ് ഏതാണ്ട് $82 പെർ ബാരൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവരത് റീവർക്ക് ചെയ്തിട്ട് അതിനെ ഇൻക്രീസ് ചെയ്ത് $87 പെർ ബാരലിലേക്ക് ആയിരിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ടോട്ടൽ ഈ ഓയിൽ സപ്ലൈക്ക് ഒരു ഡിസ്റപ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 6 ലക്ഷം ബാരൽസ് പെർ ഡേ, ഒരു ദിവസം 600,000 ബാരൽസ് പെർ ഡേ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതായത് അത്രയും മാത്രം സപ്ലൈ കുറഞ്ഞിട്ടുണ്ട്. ആ സപ്ലൈ ഗ്ലട്ട് 2027 വരെ എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് അവർ ഫർദറായിട്ട് പറയുന്ന കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ അവർ എക്സ്പ്ലനേഷൻ, ഞാൻ റിപ്പോർട്ട് ജസ്റ്റ് ആയിട്ടൊന്ന് ഓടിച്ചു നോക്കിയപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നത് ഡെയിലി ലോകമെമ്പാടും കൂടെ ചേർന്ന് ഒരു ദിവസത്തെ ക്രൂഡ് ഓയിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 104 മില്യൺ ബാരൽസ് പെർ ഡേ ആണ്. 104 മില്യൺ ബാരൽസ് ഓഫ് ഡേ ഓഫ് ക്രൂഡാണ് ഒരു ദിവസം ആൾക്കാർ മേടിക്കുന്നത്, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നത്. രാജ്യങ്ങൾ, ഏജൻസികൾ, കമ്പനികൾ എല്ലാവരും കൂടെ ചേർന്ന് മേടിക്കുന്നതെന്നാണ് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ഈ ഷിപ്പിങ്ങിൻ്റെ ഇപ്പോൾ ഡിസ്ട്രപ്ഷൻ വന്നു. അതുമാത്രമല്ല സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴി ഷിപ്പിൻ്റെ ട്രാൻസിറ്റ് വളരെ ബുദ്ധിമുട്ടിലാണ്. സ്ട്രെയിറ്റ് ഓഫ് ബാബേൽ മന്ദേബിലും ഈ പറയുന്നത് ഹൂദീസിൻ്റെ കാര്യങ്ങൾ പ്രോബ്ലമാണ്. അതുമാത്രമല്ല ഇതുവരെയുള്ള ഇറാൻ US അറ്റാക്കിൽ പലരുടെയും പ്രൊഡക്ഷൻ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതായത് പല ഇൻഫ്രാസ്ട്രക്ചറും കേടായത് കാരണം അത്രത്തോളം സപ്ലൈ വരുന്നില്ല. എന്നാൽ OPEC പ്ലസ് കുറച്ചുകൂടെ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഈ ഗ്ലോബൽ പ്രൊഡക്ടിവിറ്റി അവർ നോക്കുന്നത് നെറ്റായിട്ട് 1% ഡൗൺ ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഗ്ലോബൽ പ്രൊഡക്ടിവിറ്റി ഒരു ദിവസം വരുന്നത് ഏതാണ്ട് 100.8 മില്യൺ ബാരൽ പെർ ഡേ ആണ് പ്രൊഡക്ഷൻ വരുന്നത്. 100.8 മില്യൺ ബാരൽ പെർ ഡേ. എന്നാൽ ഡെയിലി കൺസംഷൻ എത്രയാണ്? 104 മില്യൺ ബാരൽസ് പെർ ഡേ. അതായത് അവിടെ ഒരു ഗ്ലട്ട് വന്നിരിക്കുന്നു. ആ ഗ്യാപ്പ് എങ്ങനെയാണ് രാജ്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? അവരുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പെട്രോളിയം റിസർവ്സ് അവർക്ക് റിസർവ് ചെയ്ത് വച്ചിരുന്ന, അതായത് അവരുടെ എമർജൻസി സ്റ്റോക്ക് പൈൽ എന്ന് വേണമെങ്കിൽ പറയാം, അതിൽ ഉപയോഗിച്ചാണ് ഈ പറയുന്ന പോലെ ഈ ഗ്യാപ്പ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്നുള്ള. ബട്ട് ഈ സ്ട്രാറ്റജിക് റിസർവ്സ് എമർജൻസി പർപ്പസിനുള്ള ഈ സ്റ്റോക്ക് പൈൽ അവർ യൂസ് ചെയ്ത് പല രാജ്യങ്ങളുടെയും ഈ ഗ്ലോബൽ ഇൻവെൻട്രി അവർ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന പെട്രോളിയം, സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് SPR എന്ന് പറയുന്നത് ഏതാണ്ട് ഡ്രോപ്പ് ചെയ്ത് 3.8 മില്യൺ ബാരൽസ് പെർ ഡേ ആയി 2026 തേർഡ് ക്വാർട്ടർ മാത്രം എടുക്കുമ്പോൾ എന്നുള്ള രീതിയിലേക്കാണ് അവർ പറയുന്നത്. അതായത് അവർ ടോട്ടൽ അവർ പറയുന്നതിന് എന്താ, അവർക്ക് ഒരു സപ്ലൈ ഘട്ടമുണ്ട്. രണ്ടാമത് ഷിപ്പിംഗ് കോസ്റ്റ് ഭയങ്കരമായിട്ട് കയറുന്നു. ഡിമാൻഡിന് യാതൊരു കുറവും വന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന പോലെ പ്രൈസസ് എലിവേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവർ പറയുന്നത് എസ്റ്റിമേഷൻ $87 പെർ ബാരൽ ത്രൂ ഔട്ട് 2026-2027 വരെ പോകും. എന്നാൽ 2027 ആകുമ്പോഴത്തേക്കും ഒരു റേറ്റ് കുറയുന്നതായിട്ട് അവർ പറയുന്നുണ്ട്. $69 പെർ ബാരലിലേക്ക് ആവും, പ്രൊവൈഡഡ് ഈ യുദ്ധമൊക്കെ തീരുകയാണെങ്കിൽ എന്നുള്ള. ബട്ട് അവരുടെ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 2026 ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ ഹോൾസെയിലായിട്ടുള്ള ഡീസൽ പ്രൈസസ് ഇൻ US വിൽ ബി അപ്പ് ബൈ അറൗണ്ട് 8.5%. അതുകൂടാതെ തന്നെ ഗ്യാസലിൻ പ്രൈസസ്, ഹോൾസെയിൽ ഗ്യാസലിൻ പ്രൈസസ് ഏതാണ്ട് 5.9% US ഉയരാൻ ചാൻസ് ഉണ്ട്. റീറ്റെയിലിലെ പമ്പിലെ റീറ്റെയിൽ പ്രൈസ് US ഏതാണ്ട് ആവറേജ് $3.78 പെർ ഗാലൺ, $3.78 പെർ ഗാലണിലേക്ക് ഒരു റീറ്റെയിൽ പമ്പ് പ്രൈസസ് എത്തും എന്നുള്ള രീതിയിലേക്കും കൂടെയാണ് അവർ പറയുന്നതെന്നുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓയിൽ മാർക്കറ്റിലുള്ളത്. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന പോലെ US നേവൽ ബ്ലോക്കേഡ്, ഇറാനിന്മേലുള്ള നേവൽ ബ്ലോക്കേഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള. ഇന്നലെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ഏതാണ്ട് എനിക്കൊരു പനാമ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള ഒരു ഷിപ്പ് ഇറാൻ, അതായത് US നേവൽ ബ്ലോക്കേഡിനെ അതിക്രമിച്ച് കടക്കാനായിട്ട് തയ്യാറെടുത്തു എന്നാണ്. അതായത് MV വേല നോവ എന്ന് പറയുന്ന
പനാമ ഫ്ലാഗ്ഡ് ഷിപ്പാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് യു എസ് നേവി ഹെലികോപ്റ്റർ MH-60 അതിലേക്ക് ഫയർ ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതാണ്ട് ആ കപ്പലിൻ്റെ ഈ സ്റ്റിയറിംഗ് ഗിയറും റഡറും ഒക്കെ ഏതാണ്ട് സ്റ്റക്കായി എന്നുള്ള രീതിയിൽ അത് നിശ്ചലമായി വെള്ളത്തിൽ തന്നെ കിടക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതൊരു ഈ ബ്ലോക്കേഡിനെ ബൈപ്പാസ് ചെയ്യാൻ നോക്കിയതായിട്ടാണ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഏതാണ്ട് ഈ ഇറാൻ്റെ ബ്ലോക്കേഡ് ബൈപ്പാസ് ചെയ്ത് പോകാൻ ശ്രമിച്ച 12ാമത്തെ കപ്പലിനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. 12ാമത്തെ കപ്പലിനെയാണ് ഇവർ അറ്റാക്ക് ചെയ്യണമെന്നുള്ള. ഇതുവരെ എനിക്ക് തോന്നുന്നു ബ്ലോക്കേഡ് തുടങ്ങിയതിന് ശേഷം 55 വെസൽസിനെ US റീഡയറക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നുള്ള. പിന്നെ കോംപ്ലയൻസ് ഇല്ലാത്ത ഷിപ്പ് 3 ഡിസേബിൾ ചെയ്തു, 2 ബോഡി ചെയ്തു, ഏതാണ്ട് 12 അറ്റാക്ക് ചെയ്തു. അപ്പോൾ ഇതാണ് US നേവൽ ബ്ലോക്കേഡ് ഓൺ ഇറാൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ ഈ ഹൂതീസ്, യമനിലെ ഹൂതീസ് കണ്ടിന്യൂസ് ടു അറ്റാക്ക് സൗദി മിലിറ്ററി എക്യുപ്മെൻറ്റ് കൊണ്ടുപോയ ഒരു വെസലിന് നേരെ അറ്റാക്ക് നടത്തി. രണ്ടാമത് ഈ ഹൂതീസ് അവരുടെ തന്നെ രാജ്യമായിട്ടുള്ള യമനിലെ മാരിബ് എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് അവർ ഫയറിങ് ചെയ്തു എന്നും പറയുന്നു. അതുമാത്രമല്ല ബാബൽ മന്ദേബ് സ്ട്രൈറ്റിലെ ഒരു ഷിപ്പിനെയും കൂടെ അറ്റാക്ക് ചെയ്ത് 6 പേര് കൊല്ലപ്പെട്ടു എന്നുള്ള ഇൻഫർമേഷൻ കൂടി അവിടെ വരുന്നു എന്നുള്ള. ഇറാൻ പറയുന്നത് ടോക്സ് വിത്ത് ഒമാൻ, അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ മാനേജ് ചെയ്യുന്നതിൻ്റെ റൈറ്റ് ഒമാനും ഇറാനും തുല്യ അവകാശമുണ്ട് എന്നുള്ള ആ ഒരു ഡിസ്കഷൻ, അത് കഴിഞ്ഞ് എത്രത്തോളം ഫീ വയ്ക്കണം എന്നുള്ള ഡിസ്കഷൻ ഇറാനും ഒമാനും തമ്മിൽ നല്ല തകൃതിയായിട്ട് മുന്നോട്ട് പോകണു എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല അൺലെസ് ആൻഡ് അണ്ടിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ US അക്സെപ്റ്റ് ചെയ്യുന്നവരെ ഞങ്ങളിത് തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള. പിന്നെ ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു സന്തോഷം തരുന്ന ചെറിയൊരു ആശ്വാസം തരുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അസീഫ് പറയുന്നത് ഏതാണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ടോക്സ് നടക്കുന്നുണ്ട്. ഇറാനും US തമ്മിൽ ഏകദേശം ഒരു പീസ് എഗ്രിമെൻ്റ് ധാരണയിലേക്ക് എത്തി എന്നുള്ള. ഇത് കേൾക്കാൻ തുടങ്ങുന്ന നാൾ കുറേ, എന്നാലും ഇതൊരു ആശ്വാസകരമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ള. പിന്നെ നമ്മളൊരു മെക്ക ഡിഫൻസ് പാക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് മെക്ക ഡിഫൻസ് പാക്റ്റ് എന്ന് പറഞ്ഞാൽ ടർക്കി, സൗദി, പാകിസ്ഥാൻ ഇവരെല്ലാവരും കൂടെ ചേർന്ന് സൈൻ ചെയ്തു എന്നുള്ളതാണ് ഇൻഫർമേഷൻ കിട്ടുന്നത്. അതായത് അതിനകത്ത് അവരുടെ തീരുമാനം എന്താ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, എസ്പെഷ്യലി ഡിഫൻസിൻ്റെ കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് ഒരു അറ്റാക്ക് നടക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് 3 പേർക്കും നടക്കുന്ന ഒരു അറ്റാക്കായിട്ട് ഞങ്ങൾ അതിനെ രേഖപ്പെടുത്തി, ഞങ്ങൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഏതാണ്ട് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ചെയ്യും പോലെ ഒരു മെക്ക ഡിഫൻസ് പാക്റ്റ് ഇവർ 3 പേരും സൗദി, ടർക്കി, പാകിസ്ഥാൻ സൈൻ ചെയ്തു. ഒരുപാട് രാജ്യങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ടർക്കിയുടെ പ്രഷർ നല്ലോണം തന്നെ ഈജിപ്തിനുണ്ടായിരുന്നു. നമ്മൾ നേരത്തെയും പറഞ്ഞു ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് അറബ് കൺട്രിയാണ് മിലിറ്ററി വൈസായിട്ട്. പക്ഷേ അവർ ഇതുവരെ അതിലേക്ക് ജോയിൻ ചെയ്തില്ല. കാര്യം അവർ കുറച്ചുകൂടി മെല്ലോ ഡൗൺ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. അവർക്ക് വലിയൊരു ഹാർഡ് ലൈൻ ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ഈജിപ്തിനില്ല. വളരെ തറവാടികളായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യയായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ട്. അവിടുത്തെ പ്രസിഡന്റ് അബ്ദൽ ഫത്ത എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഒന്നുകൂടി ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് 4ാമത്തെ വിസിറ്റാണ് അദ്ദേഹത്തിന്. എനിക്ക് തോന്നുന്നു 2014 പ്രസിഡന്റ് ആയതിനു ശേഷം ഓണറബിൾ അബ്ദലിൻ്റെ 4ാമത്തെ വിസിറ്റാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഇതുവരെ ഈജിപ്റ്റ് അതിൽ ജോയിൻ ചെയ്തില്ല എന്നുള്ള. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് വരുന്നത് വെച്ചാൽ ട്രംപ് അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു നേറ്റോൻ്റെ മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലെ നേറ്റോ സമ്മിറ്റിന് വേണ്ടി ടർക്കി അങ്കാരയിലേക്ക് പോയി. ആ ടർക്കി അങ്കാരയിൽ നാറ്റോ സബ്മിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് 1, അതായത് പ്രസിഡന്റിന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള എയർക്രാഫ്റ്റ്, അതിനകത്ത് ഈ പറയുന്ന പോലെ ജേർണലിസ്റ്റുകൾ ഉണ്ടാവും, വൈറ്റ് ഹൗസ് സ്റ്റാഫ് ഉണ്ടാവും, അതിനകത്തൊരു ഓഫീസ് ഉണ്ടാവും, പ്രൈവറ്റ് സ്പേസ് ഉണ്ടാവും, ബെഡ്റൂം ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേർന്ന് വലിയൊരു ഫ്ലൈയിങ് മെഷീനാണ് ഈ പറയുന്ന പോലെ. അപ്പോൾ അടുത്ത കാലത്ത് നമുക്കറിയാമല്ലോ ഖത്തറി ഗവൺമെൻറ് ഒരു എയർഫോഴ്സ് 1 ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപിന് ഗിഫ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു 747-8 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ബട്ട് അതിനൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന ഈ പറയുന്ന പോലെ ആ ഒരു എനിക്ക് തോന്നുന്നു ജംബോ ജെറ്റ് ആയിരുന്നു തോന്നുന്നു ഈ പറയുന്ന പോലെ US പ്രസിഡന്റ് എയർഫോഴ്സ് 1. അതിലുണ്ടായിരുന്ന ഒരു അഡ്വാൻസ്ഡ് ആൻറ്റി മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഈ ഖത്തർ കൊടുത്ത എയർക്രാഫ്റ്റ് ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയില്ല. ബട്ട് നമുക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ അനുസരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് കൺഫേം ചെയ്ത് ഈ ന്യൂസ് വിട്ടത്. അതായത് നേറ്റോ സമ്മിറ്റ് കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് ട്രംപ് വന്നപ്പോൾ ട്രംപിന് ഇറാനെ വിശ്വാസമില്ല എന്ന് മാത്രമല്ല US ആൻഡ് ഇസ്രായേലി ഇൻ്റലിജൻസ് ഇൻ്റർസെപ്റ്റ് ചെയ്ത ഒരു ഇൻഫർമേഷൻ ഉണ്ട്. മിക്കവാറും ട്രംപ് ഇത് ഫ്ലൈ ചെയ്ത് പോകാൻ നേരത്ത്, കാര്യം ഇത് അറബ് മിഡിൽ ഈസ്റ്റിലാണല്ലോ, ഈ ടർക്കിയുടെ അങ്കാര എന്ന് പറയുന്ന ക്യാപിറ്റൽ, അവിടെയാണല്ലോ നേറ്റോ സബ്മിറ്റ് നടക്കുന്നത്. അവിടുന്ന് തിരിച്ചു പോകാൻ നേരത്ത് മിക്കവാറും ഒന്നില്ലെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ ഇറാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും സ്പ്ലിൻഡർ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് മിക്കവാറും ഒരു എയർ വഴി ഇതിനെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് മാത്രം ഡിഫൻസ് സിസ്റ്റം ഖത്തർ ഗിഫ്റ്റ് ചെയ്ത പ്ലെയിനിൽ ഇല്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ US-നും ഇസ്രായേലി ഇൻ്റലിജൻസിനും കിട്ടിയത് കാരണം
ട്രംപ് നോർമലി തന്നെ എയർപോർട്ടിൽ എയർഫോഴ്സ് വണ്ണിലേക്ക് ബോർഡ് ചെയ്യണ പോലെ സ്റ്റെപ്സ് കയറിപ്പോയി. എന്നിട്ട് അതിനകത്തുനിന്ന് നമ്മളൊരു കേറ്ററിങ്ങിൻ്റെ ട്രക്കിൽ കൂടി അത് അപ്പുറത്തെ സൈഡിൽ കൂടി ആരും കാണാതെ അതിൽ കൂടി കയറി മറ്റേ വശത്തുകൂടി ഇറങ്ങിപ്പോയി എന്നാണ് അറിഞ്ഞത്. എന്നിട്ട് എയർഫോഴ്സ് വൺ ടേക്ക് ഓഫ് ചെയ്തു. അതിനകത്തുള്ള വൈറ്റ് ഹൗസ് സ്റ്റാഫോ അതിനകത്തുള്ള ജേർണലിസ്റ്റോ പ്രസ്സോ മീഡിയ ഒന്നും അറിഞ്ഞില്ല. നോർമലായിട്ട് തന്നെ അവരത് പൊങ്ങിപ്പോയി. പക്ഷേ ട്രംപ് അവിടുന്ന് ട്രംപിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഈ ട്രക്ക് വഴി ക്യാരി ചെയ്ത് വേറൊരു കുറച്ചുകൂടി സേഫറായിട്ടുള്ള ഒരു ഡിഫൻസ് ജെറ്റ് ഉണ്ട്. എയർഫോഴ്സ് എനിക്ക് തോന്നുന്നു C-32A എന്ന് പറയുന്ന US എയർക്രാഫ്റ്റിൽ ആരും അറിയാതെ മാറ്റി അവിടുന്ന് വേറെ ഫ്ലൈ ചെയ്ത് പോയിട്ട് എനിക്ക് തോന്നുന്നു UK ഏതോ ഭാഗത്ത് ചെന്നിട്ട് ഇവർ രണ്ടും ലാൻഡ് ചെയ്തിട്ടാണ് ട്രംപിനെ തിരിച്ചു മാറ്റിയത്. അത് ആരും അറിയാതെ തന്നെ ചെയ്തു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷനും കൂടി പുറത്തു വന്നിട്ടുണ്ട്. കാര്യം ഇറാൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അറ്റാക്ക് എന്താ പറയുക, ഒരു അറ്റംപ്റ്റ് ഓൺ ലൈഫ് ഓഫ് ട്രംപ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയും. ഗ്ലോബൽ ക്യൂസ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ US മാർക്കറ്റ് S&P 500 -0.32% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് 0.6% ഡൗൺ ആയിരുന്നു. ഡൗ ജോൺസ് 0.34% ആണ് നിഖിൽ സൂചിച്ച പോലെ. അത് മാത്രമല്ല ഏതാണ്ട് ഞാൻ നോക്കുമ്പോൾ S&P 500-ലെ 3 സെക്ടേഴ്സ് മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. അതായത് മെജോറിറ്റി അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോൾ നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. ഞാനൊന്ന് വോളറ്റിലിറ്റി ഇൻഡെക്സ് നോക്കി US മാർക്കറ്റിൻ്റെ. അപ്പോൾ 15.28 ശരിക്കും പറഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രശ്നമില്ല. -1.16% ഡൗൺ ഉള്ളൂ. എന്നാലും വലിയ പാനിക് ഒന്നും അവിടെ കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്കറിയാലോ ഇന്ന് ഓഗസ്റ്റ് 12 US-ൽ CPI ഡേറ്റ വരുന്നുണ്ട്. CPI ഡേറ്റ വളരെ വലിയ പോയിൻ്ററാണ്. എങ്ങനെയായിരിക്കും ഫെഡിൻ്റെ അടുത്ത FOMC മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയായിരിക്കും ഗൈഡ് ചെയ്യുക എന്നുള്ളത് CPI ഡേറ്റ സൂചിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് CPI കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റ 3.4% വരും എന്നുള്ളതാണ്. 3.4% മുകളിലാണ് വരുന്നതെങ്കിൽ മാർക്കറ്റ് സന്തോഷകരമായിട്ട് എടുക്കില്ല. 3.4% താഴെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു പക്ഷേ സന്തോഷമായിട്ട് എടുക്കുക. അപ്പോൾ ഇന്നൊരു ഡിഫൈനിങ് ഡേ ആണ് US മാർക്കറ്റിനെ സംബന്ധിച്ച്. ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ നമുക്കറിയാലോ ഏതാണ്ട് 18-month ഹൈയിലാണ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം. അപ്പോൾ അത് ഏതാണ്ട് 12-ാം 14-ാം ഇടയ്ക്കാണ് ആ ഡേറ്റ വരുന്നത്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ആണ് അത് വരുന്നത്. അതും നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ആഴ്ച 2 സ്ഥലത്തുനിന്നുമുള്ള CPI ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു. ഞാനിനി US ട്രഷറിയിലേക്ക് പോകുമ്പോൾ 10-year ബോണ്ട് yield 4.68%, 30-year ബോണ്ട് yield 5.23%, 2-year ബോണ്ട് yield 4.216%. അതായത് ചെറുതായിട്ട് ഒന്ന് ഡിമ്മായിട്ട് നിൽപ്പുണ്ട്. അതായത് ഒരു ശാന്തത ബോണ്ട് മാർക്കറ്റിൽ കാണുന്നുണ്ട് എന്നുള്ള. ഞാൻ കൺവേഴ്സ്ലി ഞാൻ ഇപ്പുറത്ത് ഗോൾഡ് നോക്കിയപ്പോൾ US ഡോളേഴ്സ് $4,466 per troy ounce, അതായത് 4,500 കട്ട് ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ്. സിൽവർ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് $65 per troy ounceലും ട്രേഡ് ചെയ്യുന്നു. US ഡോളർ ഇൻഡെക്സ് നോക്കാൻ നേരത്ത് 99.86, USD INR പെയർ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോഴും ഏതാണ്ട് ₹95.423 per dollar എന്നുള്ള രീതിയിൽ. 8 മണി രാവിലെ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഞാൻ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കിയപ്പോൾ നിക്കി ഏതാണ്ട് ജസ്റ്റ് സ്ലൈറ്റ്ലി +0.4% അപ്പ്, ഹാങ്സങ് -1.1% ഡൗൺ ആയിരുന്നു, ഷാങ്കായ് -0.9% ഡൗൺ ആയിരുന്നു. എന്നാൽ കോസ്പി കൊറിയൻ മാർക്കറ്റ് ഏതാണ്ട് 3.58% പ്ലസ് ആയിരുന്നു. ബട്ട് അവിടെ നിന്നൊരു ഗ്ലോബൽ ക്യൂ കിട്ടുന്നില്ല. കൊറിയൻ മാർക്കറ്റ് നോക്കിയിട്ട് കാര്യമില്ലെന്നറിയാം. ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ സ്പോട്ട് ലൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ലോ. അതായത് ഞാൻ പറയുന്നത് വലിയ വലിയ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ്, ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ അടുത്ത കാലത്തുള്ള ഷെയർ ഹോൾഡിംഗ് അവർ ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻക്രീസ് ചെയ്തു, ഏതിലൊക്കെ ഡിക്രീസ് ചെയ്തു, അവരുടെ ഒരു എസ്റ്റിമേറ്റഡ് നെറ്റ്വർത്ത് ഏതാ എന്നൊക്കെയുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഈ പറയുന്നത്. അതായത് priminfobase.com എന്ന് പറയുന്ന ഒരു സൈറ്റ്, ആ കമ്പനി അവർ ചെയ്ത ഡേറ്റാസാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ വെറാസിറ്റി ഓഫ് ഡേറ്റ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഓഫ് ഡേറ്റ ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ് പറയുന്നത്. ബട്ട് ഇതൊന്നും 100% ആയിട്ട് മുന്നോട്ട് എടുക്കേണ്ട. ഇതൊരു പോയിൻ്ററായിട്ട്, അതായത് ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ഇതും ഒരു ഡേറ്റ ആയിട്ട് കണക്കാക്കാം എന്നല്ലാതെ ഇതിൻ്റെ പുറകെ കൂടുതലായിട്ട് കറക്റ്റായിട്ട് പോകേണ്ട കാര്യമില്ല. കാര്യം പല കാര്യങ്ങളും ഇൻഫർമേഷൻ വരുന്നത് ചിലപ്പോൾ ഡിലേഡ് ആയിട്ടായിരിക്കും ക്വാർട്ടറിൽ. അപ്പോൾ ഒരുപാട് ഡിസ്ക്ലെയിമർ പ്രൈം ഇൻഫോ പറയുന്നുണ്ട്. പ്രൈം ഇൻഫോ ബേസ് പറയുന്നത് വെച്ചാൽ ഇത് 100% നിങ്ങൾ എടുക്കരുത്, ഇതൊരു ചെറിയൊരു ധാരണയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആരൊക്കെയാണ് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതും കൂടി ഞാൻ പറയാം. ബട്ട് ഒരു സ്റ്റോക്കിൽ അവരുടെ ടോട്ടൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ 1% മുകളിൽ പേര് അപ്പിയർ ചെയ്യുന്നവരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ 100, 1000, 10,000 മേടിച്ചു വെച്ചു. ഇത് 1% താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനിൽ വരില്ല. അതേസമയം നമ്മൾ മേടിക്കുന്ന ഷെയർസിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പോൾ നമ്മൾ 50 ലക്ഷം 1 കോടി ഷെയറൊക്കെ ഒരു കമ്പനിയുടെ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1% ഓഫ് ദ ഷെയർ ഹോൾഡിങ്ങിന് മുകളിൽ ഇങ്ങനെ നമ്മളെ കാണിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഹോക്കിൻസ് കുക്കർ പോലെയുള്ള കമ്പനിക്ക് ഒരു സമയത്ത് ഞാൻ അടുത്ത കാലത്ത് നോക്കിയിട്ടില്ല 50 ലക്ഷം ഷെയറായി. ഈ 50 ലക്ഷം ഷെയറിൻ്റെ 50% ഹോൾഡ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ പോലെ പ്രൊമോട്ടർ തന്നെ ആയിരുന്നു. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് ആയിട്ടുള്ളത് എത്രയാണ്?
ഈ പറയുന്ന പോലെ 25 ലക്ഷം ഷെയർ ആയിരുന്നു ഫ്രീ ഫ്ലോട്ട്. ആ 25 ലക്ഷം ഷെയറിൻ്റെ 1% കൂടുതൽ മേടിക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വരുമ്പോൾ ഈ റീറ്റെയിൽ എന്ന് കൂടാതെ ഈ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ് മോർ ദാൻ 1% നമ്മുടെ പേരും കൂടെ വന്നേക്കാം എന്നുള്ളതാണ് ഒരു മാനദണ്ഡമായിട്ട് ഈ പ്രൈം ഇൻഫോബേസ് എടുത്തേക്കണം. രണ്ടാമത്, ഈ ഇൻവെസ്റ്റേഴ്സിന് ടോട്ടൽ അവർക്ക് ലിസ്റ്റഡ് സ്പേസിലും ഉണ്ട്, അൺലിസ്റ്റഡ് സ്പേസിലും അവർക്ക് ഹോൾഡിംഗ് ഉണ്ട്. ലിസ്റ്റഡ് കമ്പനികളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരാൾക്ക് 1000 കോടിക്ക് മുകളിലുള്ളവരെ മാത്രമേ ഈ പോപ്പുലർ ആയിട്ടുള്ള മാർക്കി ഇൻവെസ്റ്റേഴ്സായിട്ട് എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ട ക്യാവിയറ്റുകൾ. അപ്പോൾ ഈ ബേസിസിലാണ് നമ്മൾ പറയേണ്ടത്. ഇതിനെ നമ്മൾ സാധാരണ മാർക്കറ്റിൽ ജനറൽ ആയിട്ടുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത് വെച്ചാൽ കോട്ട് ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോനിഷ് പബ്രായി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ US-ലുള്ള ഒരു ഇന്ത്യൻ ഒറിജിനാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ ഒരു ഷെയിംലെസ് ക്ലോണറാണ്. ഷെയിംലെസ് ക്ലോണർ എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഞാൻ വലിയ റിസർച്ചൊന്നും ചെയ്യുന്നില്ല, എനിക്ക് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഉണ്ടെന്നും അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്. വലിയ ഇൻവെസ്റ്റേഴ്സ് ചില കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാനൊന്നും നോക്കാറില്ല, അവരുടെ പുറകെ പോഴെ ടെയിലിംഗ്, കോട്ട് ടെയിലിംഗ്, COATTAILING, കോട്ട് ടെയിലിംഗ് ചെയ്ത് അവരുടെ പുറകെ പോയി ഞാനും അതേപോലെ മേടിക്കും. അതിലെനിക്ക് നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് സക്സസ് വളരെ ഹൈ ആണെന്ന് മോനിഷ് പബ്രായി, എപ്പോഴും പബ്രായി ഉണ്ട്, പബ്രായി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ US കാനഡയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു ഇൻവെസ്റ്ററാണ്, ഇന്ത്യൻ മാർക്കറ്റിലും ഇൻവെസ്റ്ററാണ് എന്നുള്ള. അപ്പോൾ അദ്ദേഹം വലിയ രീതിയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ കോട്ട് ടെയിലിംഗ് എന്നുള്ള. ബട്ട് ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനകത്തൊരു ഡിസ്ക്ലൈമർ പറയാം. ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ പറയുന്ന പല ആൾക്കാരും ഈ സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റിങ്ങിൻ്റെ രാജാക്കന്മാർ. പക്ഷെ അവരെ സംബന്ധിച്ച് ഓരോരുത്തരുടെ അവരെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 1000 കോടി, 2000, 3000, 5000 കോടി, 10000 കോടിയൊക്കെയാണ് ഇവരെ നെറ്റ്വർത്ത് വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ പൈസ, ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരുടെ പൈസ 5000 കോടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ ടോട്ടൽ നെറ്റ്വർത്ത് 5000 കോടിയൊക്കെ ഉള്ളവർ ചിലപ്പോൾ 10-20 കോടി ഏതെങ്കിലും ഒരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കിൽ, ഏതെങ്കിലും ഞാൻ പറഞ്ഞ അവരുടെ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അത് ചിലപ്പോൾ 20-25 കോടി ഇട്ട് അവർ ടെസ്റ്റ് ചെയ്യും. അത് വലുതാവണമെങ്കിൽ 4 times ഒക്കെ ആയി ചിലപ്പോൾ അത് 100 crores ഒക്കെ ആയിട്ട് മാറും. പക്ഷേ അത് പൊട്ടിക്കഴിഞ്ഞാൽ അവരെ 25 കോടിയേ പോവുള്ളൂ. അത് അവരുടെ ടോട്ടൽ 5000 കോടി എന്ന് പറയുന്ന പോർട്ട്ഫോളിയോയിലെ ഒരു ചെറിയ പെർസെൻറ്റേജ് പോലുമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ വളരെ സേഫായിട്ടാണ് പലതും കളിക്കുന്നത്. ബട്ട് നമ്മളെ പോലുള്ളവർ ഇവരുടെ 25 കോടി മാത്രം എടുക്കും. ഇവർക്ക് ടോട്ടൽ 5000 കോടി ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കില്ല. എന്നിട്ട് 25 കോടി എടുത്തിട്ട് അയ്യോ ഈ ഫേമസ് ഇൻവെസ്റ്റർ ഈ കമ്പനി മേടിച്ചല്ലോ, ഞാനും പുറകെ പോയി മേടിക്കാമെന്ന് നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് പൈസ, നമ്മുടെ ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ നല്ലൊരു ശതമാനം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അത് പൊട്ടിപ്പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രോബ്ലം വരില്ല, പക്ഷേ നമുക്ക് നല്ല രീതിയിൽ പ്രോബ്ലം വരും. അപ്പോൾ കോട്ട് ടെയിലിങ്ങിന് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചില ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ഒരു 6-7 കൊല്ലം ഈ കമ്പനി ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. കാര്യം അവരെ സംബന്ധിച്ച് എന്താ, അവരെ സംബന്ധിച്ച് ഇല്ലാതെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരു 25-30 കോടിയായിരിക്കും. അവർക്ക് വേറെ 10,4500 കോടി വേറെ ഉണ്ടാവും. അത് വെച്ച് വേറെ പല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടാവും. അപ്പോൾ ദേ ക്യാൻ അഫോർഡ് ടു ഹാവ് എ നോൺ പെർഫോമർ ഇൻ ദ പോർട്ട്ഫോളിയോ. ബട്ട് അവർക്ക് കൺവിക്ഷൻ ഉള്ളതുകൊണ്ടും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടും 5 കൊല്ലം 10 കൊല്ലം അവർ ഹോൾഡ് ചെയ്യാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെയിൻ മണി അതിനകത്ത് ഇടുമ്പോൾ ഒരു 3-4 മാസം ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയും, 8 മാസം കഴിയുമ്പോൾ നമ്മുടെ കുരു പൊട്ടിയിട്ട് നമ്മളത് വിറ്റ് കളയാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതുപോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിച്ച് പോകണം. ഇത് വളരെ സെൻസിറ്റീവ് ഇൻഫർമേഷൻ, വളരെ ഈസി ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. നിങ്ങൾ വിചാരിക്കും പോലെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവുന്ന ബിഹേവിയറൽ ചേഞ്ച് സൈക്കോളജിക്കലി വളരെ വ്യത്യാസമാണ്. അത് ആവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് ഇതൊരു ഇൻഫർമേഷൻ മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ നിങ്ങൾ പാകപ്പെടുത്തി എടുക്കണം എന്നുള്ളൊരു ഡിസ്ക്ലൈമർ ഞാൻ പ്രത്യേകം പറയുന്നു. കാര്യം നമ്മൾ ഇതിനകത്ത് നിന്ന് ഓരോ മോഡൽ ഉണ്ടാക്കും. ഇതൊക്കെ ആയിരിക്കും ഇനി ഉടൻ തന്നെ ഇവർ മേടിക്കുന്ന സ്റ്റോക്കുകളിലേക്കൊക്കെ പോയി അവർ മേടിച്ചതിനെ പ്രൈസ് 100 ഇപ്പോൾ അത് 80, അപ്പോൾ അത് വാല്യൂ ബൈ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ മോഡൽ ഉണ്ടാക്കും. അതിനൊന്നും യാതൊരു അർത്ഥവും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് അത് ചെയ്യേണ്ടതെന്ന് പറയാൻ ഞാൻ ആരുമല്ല, ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയാം ഓരോന്നായിട്ട്. RK ദമാനി എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണൻ ദമാനി, നിങ്ങൾക്ക് ഒരു രീതിയിൽ അറിയാൻ പറ്റും. അതായത് അവന്യൂ സൂപ്പർ മാർട്ട് DMart ഫൗണ്ടറും കൂടെയാണെന്നുള്ളത്. വളരെ വലിയൊരു വാല്യൂ ഇൻവെസ്റ്ററാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ പ്രൈവറ്റ് ഇൻവെസ്റ്റർ, ഒരു ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിരിക്കുന്ന അദ്ദേഹമാണ്. ഇപ്പം ഫൗണ്ടർ ഓഫ് DMart എന്ന് പറഞ്ഞല്ലോ നമ്മൾ, അവന്യൂ സൂപ്പർ മാർട്ട്, അവിടെയും അയാളൊരു ഇക്വിറ്റി ഷെയർ ഹോൾഡറാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആൻഡ് സക്സസ്ഫുൾ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ റീറ്റെയിലേഴ്സ് അല്ല, ഈ FIIs അല്ല, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, മ്യൂച്വൽ ഫണ്ട് അല്ല.
അതാത് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സാണ്. ആ പ്രൊമോട്ടേഴ്സ് ഉണ്ടാക്കിയ പോലെ വെൽത്ത് ലോകത്ത് ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പ്രൊമോട്ടേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, അല്ലാണ്ട് FII അല്ല. ഇവരാരും ഒന്നുമല്ല കാശുണ്ടാക്കുക. കാര്യം ഓരോ കമ്പനിയിൽ 50%, 30%, ഏതാണ്ട് ആവറേജ് പറയുന്നത് 41.4%, ചില കമ്പനികളിൽ 75% വരെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം അവരാണ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ്. അവർ വലിയ രീതിയിൽ സെല്ല് ചെയ്യാറില്ല. സെല്ല് ചെയ്യണതിന് വളരെ കുറച്ച് ഭാഗമേ പലപ്പോഴായിട്ട് സെല്ല് ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RK ദമാനി, ഫൗണ്ടർ ഓഫ് ഈ പറയുന്ന പോലെ DMart അല്ലെങ്കിൽ അവന്യൂ സൂപ്പർ മാർട്ട്, മെൻറ്റർ ഓഫ് രാകേഷ് ജുൻജുൻവാല ഫാമിലി, ഏതാണ്ട് 1.8 lakh crore മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ള നെറ്റ്വർത്ത് ഉണ്ട്. മാർക്കറ്റ് മാത്രമല്ല, ലിസ്റ്റഡും അൺലിസ്റ്റഡും കൂടെ ചേർന്ന് 1.8 lakh crore ഉണ്ട് എന്നുള്ള എസ്റ്റിമേറ്റഡ് വാല്യൂ നെറ്റ്വർത്ത് ഉള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാല്യൂ ഓഫ് ഹോൾഡിംഗ് ഞാൻ ഈ പറയുന്നത് മാർച്ച് 31 മുതൽ ജൂലൈ 30 വരെയുള്ള കണക്കാണ്. 2026 മാർച്ച് 31 അയാളുടെ ലിസ്റ്റഡ് പോർട്ട്ഫോളിയോ 1,95,600 crores ആയിരുന്നത് ജൂൺ 30 ആയപ്പോഴത്തേക്കും ഞാൻ പറയാം, ഇതിനകത്ത് മാർച്ച് 31 ഇവർക്കുണ്ടായിരുന്നത് 1,75,480 crore ആയിരുന്നത് മാർച്ച് 31 ആയപ്പോൾ 1,95,605 crore, അതായത് 11% ഉയർന്നിരിക്കുന്നു. ഈ പറയുന്ന പോലെ ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം കൊണ്ട്. ഇദ്ദേഹത്തിൻ്റെ ടോപ്പ് 3 ഹോൾഡിംഗ് ഞാൻ പറയുകയാണെങ്കിൽ അവന്യൂ സൂപ്പർ മാർക്കറ്റ്, അത് അവന്യൂ സൂപ്പർ മാർട്ട് അല്ലെങ്കിൽ DMart, അതിൽ അദ്ദേഹം പ്രൊമോട്ടറാണ്. രണ്ടാമത് VST ഇൻഡസ്ട്രീസ്, മൂന്നാമത് സുന്ദരം ഫിനാൻസ്. ഇതാണ് 3 മേജർ കമ്പനീസ്. ഇദ്ദേഹം ഈ സമയത്തിൽ ഏതെങ്കിലും സ്റ്റോക്കുകളിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ ഹോൾഡിംഗ്? സുന്ദരം ഫിനാൻസിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനികളിൽ അദ്ദേഹം സ്റ്റേക്ക് ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ? അതിൻ്റെ ഡേറ്റ ഇല്ല. അതിൻ്റെ അർത്ഥം ചെയ്ത് കാണാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ. രണ്ടാമത് നമ്മുടെ മരിച്ചുപോയ ലെജൻഡറി ഇൻവെസ്റ്റർ രാകേഷ് ജുൻജുൻവാല, നമ്മുടെ അംബാസഡർ ഓഫ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഫാമിലി, വൈഫ് രേഖ ജുൻജുൻവാല, നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മാർച്ച് 31 ഈ 2026 അവരുടെ പോർട്ട്ഫോളിയോ ഹോൾഡിങ്സ് 58,000 crores ആയിരുന്നു. ഏതാണ്ട് ജൂൺ 30 വന്നപ്പം 63,600 കോടിയായി, ഏതാണ്ട് 9.7% ഉയർന്നു. വലിയ രീതിയിൽ കിട്ടിയിട്ടില്ല, 9.7% ആണ്. അവരുടെ ടോപ്പ് 3 ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ടൈറ്റൻ, പിന്നെ ഇൻവെൻച്ചേഴ്സ് നോളജ് സൊല്യൂഷൻസ്, മെട്രോ ബ്രാൻഡ്. ഈ 3 കമ്പനിയാണ് അവരുടെ ടോപ്പ് ഹോൾഡിംഗ്. അവർ ഇൻക്രീസ് ചെയ്തത് ഈ പറയുന്ന 3 മാസം ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. എന്നാൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ട് ഇവർ കാനറ ബാങ്ക്, സ്റ്റാർ ഹെൽത്ത്, രാഘവ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന 3 കമ്പനിയിൽ അവർ സ്റ്റേക്ക് ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് വരുന്നത് ആകാശ് ബൻസാലിയാണ്. നമ്മൾ പലരും ഈ പേര് കേട്ട് കാണില്ല. ഇനാം ഹോൾഡിങ്സ് അല്ലെങ്കിൽ ഇനാം എന്ന് പറയുന്ന ഒരു കമ്പനി പലർക്കും അറിയില്ല. പണ്ട് മുതലേ ക്യാപിറ്റൽ മാർക്കറ്റിൽ വളരെ ഫേമസ് ആണ്. അതായത് ഇനാം ഒരു സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് ഭയങ്കര രീതിയിൽ, ഞാൻ ഈ പറയുന്ന 2000, 2005, 2010 കാലഘട്ടത്തിൽ ഇനാം മേടിക്കാൻ നേരത്ത് വലിയ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ഈ ഇനാം ഒന്നും നമ്മുടെ ന്യൂസിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഇപ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ പേരാണ് വരുന്നത്. അതുകൊണ്ട് ട്രഡീഷണൽ വാല്യൂ ഇൻവെസ്റ്റേഴ്സിൻ്റെ പേരൊന്നും വരാത്തതുകൊണ്ട് ഈ ആകാശ് ബൻസാലിയൊക്കെ ചിലപ്പോൾ പുതിയ ജനറേഷൻ അറിയാൻ ചാൻസ് ഇല്ല. ബട്ട് വലിയൊരു ഇൻവെസ്റ്ററാണ് ആകാശ് ബൻസാലി. ഏതാണ്ട് 7,800 കോടിയുടെ നെറ്റ്വർത്ത് ലിസ്റ്റഡും അൺലിസ്റ്റഡും കൂടെ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു എസ്റ്റിമേറ്റ് വരുന്നത്. അദ്ദേഹം മാർച്ച് 31 അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ 5,770 crores. ജൂൺ 30 ആയപ്പോഴത്തേക്കും 7,500 കോടിയായി 30% ഉയർന്നിരിക്കുന്നു എന്നുള്ള ഇൻഫർമേഷനാണ് ഈ പ്രൈം ഇൻഫോ പുറത്തുവിട്ടിരിക്കുന്ന ഡീറ്റെയിൽ. ടോപ്പ് 3 ഹോൾഡിംഗ് ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ്, ലോറസ് ലാബ്സ്, പേടിഎം ആണ് ടോപ്പ് 3 ഹോൾഡിങ്സ്. ഏതെങ്കിലും സ്റ്റോക്കിൽ ഈ സമയത്ത് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഗ്രീൻലൈൻ ഇൻഡസ്ട്രീസ്, ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ്, ദിലീപ് ബിൽക്കോൺ, സൺ ഫ്ലാഗ് അയൺ ആൻഡ് സ്റ്റീലിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏതിലെങ്കിലും കുറച്ചിട്ടുണ്ടോ ഷെയർ ഹോൾഡിംഗ്? ഉണ്ട്. സ്നൈഡർ ഇലക്ട്രിക്കിലും വെൽസ്പൺ ലിവിങ്ങിലും കുറച്ചിട്ടുണ്ട്. നാലാമതായിട്ടുള്ള വ്യക്തി ഹേമന്ത് കൊത്താരിയെ നമ്മൾ അതും ഈ ന്യൂ ജനറേഷൻ കേൾക്കാൻ ചാൻസ് ഇല്ല. DSP മ്യൂച്വൽ ഫണ്ട് അഥവാ DSP ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് അവരായിരുന്നു. ഏത് IPO കൊണ്ടുവരണമെങ്കിലും അവർക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫൗണ്ടറാണ്, ഈ ഫൗണ്ടറാണ്, ഹെഡാണ് ഈ ഹേമന്ത് കൊത്താരി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് ഏതാണ്ട് 11,500+ crores ഉണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. എന്നാൽ മാർച്ച് 31 അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ 4,482 കോടിയാണ്. ജൂൺ 30 ആയപ്പോഴത്തേക്കും 37% ഉയർന്ന് 6,170 കോടിയായിരിക്കുന്നു. ടോപ്പ് 3 ഹോൾഡിംഗ് ആൽക്കൈൽ അമൈൻസ്, സൊനാറ്റ സോഫ്റ്റ്വെയർ, EIH,
അസോസിയേറ്റഡ് ഹോട്ടൽസ്. ഇതാണ് അവരുടെ ടോപ്പ് 3 ഹോൾഡിംഗ് വരുന്നത്. ഏതെങ്കിലും ഈ സമയത്ത് ഇൻക്രീസോ ഡിക്രീസോ ഏതെങ്കിലും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഇൻഫർമേഷൻ അവൈലബിൾ അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ വരുന്നത് മുകുൽ അഗർവാൾ. ഈ മുകുൽ അഗർവാൾ എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം ഈ സ്മോൾ ക്യാപ്പുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് വരുന്നത്. അദ്ദേഹം സാധാരണ ഈ പറയുന്ന പോലെ ഒരു ട്രഡീഷണൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 ടൈപ്പ് പോർട്ട്ഫോളിയോ ഉണ്ട് അദ്ദേഹത്തിന്. ഈ മുകുൽ അഗർവാളിൻ്റെ ഫേമസ് അതിനാണ്. നമ്മൾ പണ്ടേ കേട്ടിരിക്കുകയാണെന്ന് വെച്ചാൽ 2 പോർട്ട്ഫോളിയോ. ഒരു പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ട്രേഡിങ്ങിന് വേണ്ടി. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോർട്ട്ഫോളിയോ വെച്ചിട്ട് 2 ആറ്റിറ്റ്യൂഡിലാണ് അദ്ദേഹം ഇതിനെ മാനേജ് ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ് അല്ല ട്രേഡിങ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ. 2 രീതിയിൽ ഇതിനെ കണക്കാക്കുന്നു. മറ്റത് മേടിക്കുന്നു, മറക്കുന്നു, ലോക്ക് ചെയ്തിടുന്നു. ഇവിടെ നല്ല കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിവ്യൂ, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ അവിടെ നടക്കുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. മുകുൾ അഗർവാൾ ഏതാണ്ട് നമ്മൾ നോക്കാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ സൈസ് 4,223 crores ആയിരുന്നു മാർച്ച് 31. അവിടെ നിന്ന് 27.7% ഉയർന്ന് ജൂൺ 30 66,029 crores ആയിട്ട് ഉയർന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടോപ്പ് 3 ഹോൾഡിംഗ്, ടോട്ടൽ ഹോൾഡിങ്ങിൽ ടോപ്പ് 3 ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ ന്യൂലൻഡ് ലബോറട്ടറീസ്, നുവാമ വെൽത്ത്, സോട്ട ഹെൽത്ത് കെയർ പോലെയുള്ള കമ്പനികളാണ് ടോപ്പ് 3 ഹോൾഡിംഗ് വരുന്നത്. ഈ സമയങ്ങളിൽ മാർച്ചിൻ്റെ അവസാനം മുതൽ ജൂണിൻ്റെ അവസാനം വരെ ഏതൊക്കെ കമ്പനിയിൽ ഇൻക്രീസ് ചെയ്തു? സോട്ട ഹെൽത്ത് കെയർ, വാലോർ എസ്റ്റേറ്റ്, കിർലോസ്കർ ഫെറസ്, താൽ ടെക്, WPIL, ലക്സ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഇന്നർവെയർ കമ്പനിയാണ്, രവീന്ദ്ര എനർജി, ലക്ഷ്മി ഇന്ത്യ ഫിനാൻസ്, അരിസ് ഇൻഫ്രാ സൊല്യൂഷൻ, ട്രാൻസ്പെക് ഇൻഡസ്ട്രീസ് പോലെയുള്ള കമ്പനീസിൽ അദ്ദേഹം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനികളിൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ? ഇൻ്റലക്ട് ഡിസൈൻ അറീന, സ്ട്രൈഡ്സ് ഫാർമ, ജയകുമാർ ഇൻഫ്ര, പിന്നെ റേമണ്ട് ലൈഫ് സ്റ്റൈൽ, ഇൻഫോബീൻ, വിധി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, വിക്രം എഞ്ചിനീയറിംഗ്, റാഡിക്കോ കൈത്താൻ, സൂര്യ റോഷനി. ഇതൊക്കെയാണ് ഈ പറയുന്ന പോലെ അദ്ദേഹം സ്റ്റേക്ക് ഡിക്രീസ് ചെയ്ത കമ്പനികൾ. ഇനി വരുന്നത് നെമിഷ. ഈ നെമിഷ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഇനാം എന്ന് പറയുന്ന കമ്പനി, ഇനാം എന്ന് പറയുന്ന വലിയ ഫേമസ് ആയിട്ടുള്ള ക്യാപിറ്റൽ മാർക്കറ്റ് കമ്പനിയായിരുന്നു. അതിൻ്റെ കോ ഫൗണ്ടറായിരുന്നു ഇനാം. നെമിഷയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ എൻ്റെ ജീവിതത്തിലെ ജേണിയിൽ പോയി നേരിട്ട് മീറ്റ് ചെയ്ത വ്യക്തിയൊക്കെയാണ് ഈ നെമിഷ എന്ന്. അങ്ങനെയൊന്നും ടി വിയിലൊന്നും വരാറില്ല, വലിയ ആർട്ടിക്കളും ഇൻ്റർവ്യൂ ഒന്നും നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് എസ്റ്റിമേറ്റഡ് നെറ്റ്വർത്ത് പല സോഴ്സിൽ നിന്ന് പറയുന്നത് 3,250 കോടിയാണെന്ന് പറയപ്പെടുന്നു. മാർച്ച് 31 അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വാല്യൂ 2,828 crore. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നിയർലി 19 to 20 പോയിൻറ്റ്സ് ഉയർന്ന് 20% ഉയർന്ന് ജൂൺ 30 ആയപ്പോഴത്തേക്കും 3,380 crore ആയിരിക്കുന്നു എന്നുള്ള. അദ്ദേഹത്തിൻ്റെ ടോപ്പ് 3 ഹോൾഡിങ്സ് കഴിഞ്ഞാൽ LMW, ലക്ഷ്മി മെഷീൻ വർക്ക്സ്, അസാഹി ഇന്ത്യ, LG എക്യുപ്മെൻറ്റ്. കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള നെയിംസ് ആയിരിക്കും. LMW എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്നില്ലേ, ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മെഷീനാണ് LMW. അസാഹി ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വണ്ടിയുടെയൊക്കെ ഗ്ലാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അതുൾ അല്ലെങ്കിൽ അസാഹി ആയിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ ആർക്കിടെക്ചറൽ ഗ്ലാസ്, ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഈ ഗ്ലാസ് ഒക്കെ മിക്കവാറും അസാഹി ആവാനുള്ള ചാൻസ്. LG എക്യുപ്മെൻറ്റ് നമുക്കറിയാലോ, കംപ്രസർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് LG എക്യുപ്മെൻറ്റ്. കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. ഇത് 3 ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? നോ ഡേറ്റ ഓൺ ദാറ്റ്. ഏതെങ്കിലും ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ? നോ ഡേറ്റ ഓൺ ദാറ്റ്. 7ാമത് വരുന്ന ആശിഷ് ധവാനാണ്. ക്രിസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന, ക്രൈസ് ക്യാപിറ്റൽ എന്ന് വേണമെങ്കിലും പറയാം. അതിനെന്ന് പറയുന്ന പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ഫൗണ്ടറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ഒരു ഫിലാന്ത്രോഫിസ്റ്റ് ആണ്. അതുകൂടാതെ അശോക യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത് ഏതാണ്ട് 2,400 തൊട്ട് 2,500 കോടി ഉണ്ടെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മാർച്ച് 31 പോർട്ട്ഫോളിയോ സൈസ് 1,943 crore ആണ്. അവിടുന്ന് 39.9% ഉയർന്ന് ജൂൺ 30 ആയപ്പോഴത്തേക്കും 2,715 crore ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ടോപ്പ് 3 ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ റെലിഗർ എൻ്റർപ്രൈസസ്, M&M ഫിനാൻഷ്യൽ സർവീസസ്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഏതിലെങ്കിലും ഇൻക്രീസ് ചെയ്തോ? ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. റെലിഗർ, ഇക്വിറ്റാസ്, IIFL ഫിനാൻസ്, ക്വസ് കോർപ്പറേഷൻ, ബ്ലൂ സ്പ്രിംഗ് എൻ്റർപ്രൈസസ്. ഏതെങ്കിലും സ്റ്റോക്കിൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ? നോ ഡേറ്റ അവൈലബിൾ. അത് കഴിഞ്ഞ് മധുസൂദൻ കേല, MK വെഞ്ചേഴ്സ്. മധുസൂദൻ കേലയുടെ MK വെഞ്ചേഴ്സ് ഫൗണ്ട് ചെയ്തത് അദ്ദേഹമാണ് റിലയൻസ് ക്യാപിറ്റലിൻ്റെ എനിക്ക് തോന്നുന്നു ചീഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെഡ് ആയിരുന്നത് റിലയൻസ് ക്യാപിറ്റലിൻ്റെ സമയത്ത്. അത് റിലയൻസിൻ്റെ ബ്ലൂ വൈറ്റ് ബോയ് ആണ് മധുസൂദൻ കേല എന്ന് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് നെറ്റ്വർത്ത് 2,780 കോടിയാണ്. മാർച്ച് 31 പോർട്ട്ഫോളിയോ സൈസ് 1,643 കോടി. ജൂണിലേക്ക് വന്നപ്പോൾ 2,200 കോടി. ദാറ്റ് ഈസ് +34% റിട്ടേൺ. ടോപ്പ് 3 എന്ന് പറഞ്ഞാൽ ചോയ്സ് ഇന്റർനാഷണൽ ബ്രോക്കിംഗ് കമ്പനി, വിൻസർ മെഷീൻസ്, ഇന്ത്യ ബുൾസ്. ഏതെങ്കിലും കമ്പനിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? നോട്ട് ആപ്ലിക്കബിൾ. ഡിസംബറിൽ എവിടെയെങ്കിലും ഈ പറയുന്ന പോലെ, ഡിസംബർ അല്ല, ഏതിലെങ്കിലും ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ?
ഉണ്ട്. രാശി പെരിഫറൽസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. അനിൽ കുമാർ ഗോയൽ ഒരു ഡീപ്പ് വാല്യൂ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം ഈ സൈക്ലിക്കൽ ബിസിനസ് കറക്റ്റ് സമയം, അതായത് ഷുഗർ, ടെക്സ്റ്റൈൽസ്, അതൊക്കെ ഈ സൈക്ലിക്കൽ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി എന്നറിയും. ഈ മെറ്റൽ കമ്മോഡിറ്റി കമ്പനികളൊക്കെ നമ്മൾ സൈക്ലിക്കൽ ബിസിനസ് ചില സമയത്ത് ചില സീസണിൽ മാത്രം നമ്മളിപ്പോൾ പറയില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ബാറ്റ സ്കൂൾ ഷൂസ് എപ്പോഴാണ്? സ്കൂൾ തുറക്കുന്നതിന് ജസ്റ്റ് മുമ്പേയുള്ള ക്വാർട്ടറിലാണ് ഏറ്റവും കൂടുതൽ ചിലവ്. പിന്നെയുള്ള ക്വാർട്ടറിലൊന്നും ഈ കറുത്ത ബ്ലാക്ക് ഷൂവോ ക്യാൻവാസ് ഷൂ അത്ര രീതിയിൽ ചിലവാക്കില്ല. ഇങ്ങനത്തെ ബിസിനസ്സുകളാണ് നമ്മൾ സൈക്ലിക്കൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. ആ സൈക്ലിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സൈക്കിളിൻ്റെ താഴെ പിടിച്ച് മുകളിൽ എക്സിറ്റ് ചെയ്യണം. ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയാണ്. നമ്മൾ വിചാരിക്കും പോലെ ഈസി അല്ല. അതിന് മിടുക്കനാണ് ഈ പറയുന്നത് അനിൽകുമാർ ഗോയൽ. അദ്ദേഹത്തിന് എസ്റ്റിമേറ്റഡ് നെറ്റ്വർത്ത് ഏതാണ്ട് 2300 കോടി ഉണ്ടെന്ന് പറയുന്നു. ടോപ്പ് 3 ഹോൾഡിംഗ് എന്ന് പറയുന്നത് ത്രിവേണി എഞ്ചിനീയറിംഗ്, KRBL, TCPL പാക്കേജിംഗ്. ഈ 3 കമ്പനിയാണ് ടോപ്പ് 3 ഹോൾഡിംഗ്. ഏതിലെങ്കിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? KRBL ഇൻക്രീസ് ഉണ്ട്. KRBL എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ അരി, ബസ്മതി അരിയുടെ വലിയൊരു എക്സ്പോർട്ടറാണ്. ഇറാൻ അവിടുത്തെ ഒരു വലിയൊരു ബയറാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ താഴെ വന്നപ്പോൾ ചിലപ്പോൾ അദ്ദേഹം സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത് കാണാം. ഐ ഡു നോട്ട് നോ, എനിക്കൊന്നും അറിയില്ല. സ്പോർട്ട് കിങ് ഇന്ത്യ, പിന്നെ കാമത്ത് ഹോട്ടൽ, ഇത് 3 ടോപ്പ് 3 ഹോൾഡിംഗ്. ഇതിൽ ഏതെങ്കിലും ഈ പറയുന്ന പോലെ ഇതൊക്കെ ഇൻക്രീസ് ചെയ്തത്, അതായത് KRBL ഇൻക്രീസ് ചെയ്തു, കാമത്ത് ഹോട്ടലിൽ ഇൻക്രീസ് ചെയ്തു, സ്പോർട്ട് കിങ് ഇന്ത്യയിൽ ഇൻക്രീസ് ചെയ്തു. ഏതിലെങ്കിലും ഡിക്രീസ് ചെയ്തോ? ഡേറ്റ പറയുന്നത് അവാദ് ഷുഗർ, കൂടുതലും നോക്കൂ ഷുഗർ കമ്പനീസിലാണ് അദ്ദേഹം ഡിക്രീസ് ചെയ്തേക്കുന്നത്. അവാദ് ഷുഗർ, ഉത്തം ഷുഗർ, സർല പെർഫോമൻസ് ഫൈബേഴ്സ്, പനാമ പെട്രോ കെമിക്കൽസ്, ഇത്രയും കമ്പനികളിൽ അദ്ദേഹം സ്റ്റേക്ക് ഡിക്രീസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് വരുന്നത്. ഇനി അത് കഴിഞ്ഞ് ആശിഷ് കച്ചോളിയ ഒരു പക്ഷേ പോപ്പുലറായിട്ട് പലപ്പോഴായിട്ട് നമ്മൾ കേട്ട് കാണും. വലിയതായിട്ട് TV അപ്പിയറൻസ് ഒന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല. അദ്ദേഹത്തിന് സാധാരണ ബ്ലൂ വെയിൽ എന്നാണ് മാർക്കറ്റ്, അതായത് നമ്മൾ പറയില്ല ഒരു തിമിംഗലമാണ് എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അതായത് സ്മോൾ ക്യാപ്പിൻ്റെ ആശാനാണ്. എനിക്ക് തോന്നുന്നു രാകേഷ് ചുൻചുൻവാല, മരിച്ചുപോയ ലെജൻഡറി ഇൻവെസ്റ്റർ രാകേഷ് ചുൻചുൻവാലയുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ എസ്റ്റിമേറ്റഡ് നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 3100 കോടിയാണെന്ന് പല സോഴ്സും പറയുന്നു. ഏതാണ്ട് 3 സ്ഥലത്താണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ടോപ്പ് 3 ഹോൾഡിംഗ് ഉള്ളത്. ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ്, ഇതിനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി വരുന്നുണ്ട്. അതായത് ഇത് പ്രോക്സി ടു ഫാർമ ഇൻഡസ്ട്രി, അതായത് പ്ലാസ്റ്റിക് മോൾഡുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്. പക്ഷേ അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഈ നമ്മുടെ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ വരുന്നു, അതിന് വേണ്ടിയിട്ട് ഈ സിറിഞ്ച് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് ആണല്ലോ. അതൊക്കെ ഉണ്ടാക്കുന്ന GLP-1 വേണ്ടിയിട്ടുള്ള ഈ മെഡിസിൻസിന് ഉണ്ടാക്കുന്ന സിറിഞ്ചൊക്കെ ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ പേര് റിപ്പോർട്ടൊക്കെ എഴുതി വലിയ രീതിയിൽ കുറേ പ്രൈവറ്റ് ഇൻവെസ്റ്റർ ഒരു ഗ്രൂപ്പ് എന്നെയൊക്കെ വിളിച്ചിരുന്നു. അതായത് അതിനകത്ത് റിസർച്ച് ചെയ്യാൻ എനിക്കതിനകത്ത് വലിയ താല്പര്യമാണ്, ഞാനൊന്നും പോയില്ല. ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു എന്നുള്ള. ഷൈലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ് വൺ ഓഫ് ദ ടോപ്പ് ഹോൾഡിംഗ്. രണ്ടാമത് നോളജ് മറീൻ ആൻഡ് എഞ്ചിനീയറിംഗ്. നമ്മൾ ഈ സ്റ്റോക്കിനെ പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ ഷിപ്പ് ബിൽഡിംഗ് നന്നായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് നോളജ് മറീൻ ആൻഡ് എഞ്ചിനീയറിംഗ്. പക്ഷേ അതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല. ടോപ്പ് 3 ഹോൾഡിംഗ് ഓഫ് ആശിഷ് കച്ചോളിയിലുള്ള ഒരു കമ്പനി. പിന്നെ അതിന് സഫാരി നമുക്കറിയാലോ, ഈ ലഗേജ് ബാഗ്സ് എന്നൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. VIP പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള. ഇതാണ് 3. അതിൻ്റെ ഏതെങ്കിലും ഈ സമയത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഡേറ്റ അവൈലബിൾ അല്ല. ഏതെങ്കിലും ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ബീറ്റ ഡ്രഗ്സ്, ഫൈനോടെക്സ് കെമിക്കൽസ്, യാഷോ ഇൻഡസ്ട്രീസ്, സാഗിൾ പ്രീപെയ്ഡ്, SG ഫിൻസർവ്, വാൽചന്ദ് നഗർ എന്ന് പറഞ്ഞാൽ സാധാരണ എനിക്ക് തോന്നുന്നു ഈ ഡിഫൻസ് ന്യൂക്ലിയർ എനർജിയിലൊക്കെ സാധാരണ പെട്ടെന്നൊരു ന്യൂസ് വരുമ്പോൾ കയറുന്ന ഒരു സ്റ്റോക്കാണ് വാൽചന്ദ് നഗർ. വളരെ ടൈറ്റ് ഇക്വിറ്റി ബേസുള്ള വെൽ മാനേജ് കമ്പനിയാണ്. ബട്ട് വളരെ പോപ്പുലർ അല്ല. കാര്യം വെച്ചാൽ വളരെ സ്റ്റൈലിഷ് അല്ല, അതുകൊണ്ട് പലരെയും കണ്ണിപ്പെടാറില്ല. ഇപ്പോൾ നമ്മൾ ഏക്കസ് എന്നൊക്കെ പറയില്ലേ, ഏക്കസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മാനേജിങ് ഡയറക്ടറൊക്കെ എപ്പോഴും വന്ന് ഇങ്ങനെ മാർക്കറ്റിലൊക്കെ സംസാരിച്ച് വലിയ വർത്താനം, വലിയ ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ നമ്മൾ കമ്പനി നല്ലതാണെന്ന് വിശ്വസിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജോലി. എന്നാൽ ആരെങ്കിലും ഹിന്ദിയിൽ വന്ന് സംസാരിച്ചാൽ കമ്പനി മോശം. പക്ഷേ പലപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വിജയ് കേഡിയ വളരെ പോപ്പുലറാണ്. അദ്ദേഹം കഴിഞ്ഞ അയാൾ കുറച്ചുകൂടി ഒരു പെപ്പി ഗൈ ആണ്. KDA സെക്യൂരിറ്റീസിൻ്റെ ഫൗണ്ടറാണ്, ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്ററാണ്, സിംഗറും കൂടെയാണ്. അതായത് ചില സമയത്ത് വലിയതായിട്ട് രീതിയിൽ പാടുന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായവും ഞാൻ പറയുന്നില്ല. പലപ്പോഴും അദ്ദേഹം സ്വന്തമായിട്ട് പാടി റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലൊക്കെ ഇടും. മാർക്കറ്റിൽ പലരും അതൊക്കെ എടുത്ത് ഫോർവേഡ് ചെയ്യും. ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ KDA ഭായ്, വിജയ് ഭായ് എന്നൊക്കെ പറഞ്ഞ അയാളെ പറയും. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, സക്സസ് എന്ന് പറയുന്നത് സക്സസ് തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് ചോദ്യമൊന്നുമില്ല. എനിക്ക് ഇതിനൊന്നും സംസാരിക്കാനില്ല. വിജയ് KDA സക്സസ്ഫുൾ ഇൻവെസ്റ്ററാണ്. അദ്ദേഹം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ഹീ ഈസ് എ വെരി സക്സസ്ഫുൾ മാൻ. അത് ഈ പറയുന്ന പോലെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി നോക്കുകയാണെങ്കിൽ സ്മൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറഞ്ഞാൽ SMILE, അതിനൊരു എക്സ്പാൻഷനും കൂടെ അദ്ദേഹം വെച്ചിട്ടുണ്ട്. അതായത് സ്മൈൽ എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻ സൈസ്, മീഡിയം ഇൻ എക്സ്പെക്റ്റേഷൻ, ലാർജ് ഇൻ ആസ്പിറേഷൻ, എക്സ്ട്രാ ലാർജ് ഇൻ മാർക്കറ്റ് പൊട്ടൻഷ്യൽ.
ഇങ്ങനെയൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടാണ് സ്മൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. നെറ്റ് വർത്ത് 1320 കോടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറയാൻ നമുക്ക് അധികാരമില്ല. കാര്യം സക്സസ് ഈസ് സക്സസ്. ഫ്രം റാക്സ് ടു റിച്ചസ് സ്റ്റോറിയിലേക്ക് മാറി. അപ്പോൾ അദ്ദേഹം പാടിക്കൊണ്ട് തന്നെ നടക്കട്ടെ. 1320 കോടി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ടോപ്പ് 5 ഹോൾഡിംഗ് നമ്മൾ നോക്കുക. ടോപ്പ് 3 ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ അതുൽ ഓട്ടോ, ന്യൂലൻഡ് ലബോറട്ടറീസ്, എലിക്കോൺ എഞ്ചിനീയറിംഗ് ആണ് 3 എണ്ണം. ഏതെങ്കിലും അദ്ദേഹം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ? വൈഭവ് ഗ്ലോബൽ, വെബ്സോൾ എനർജി, എയിംകോ, എലിക്കോൺ. ഏതെങ്കിലും ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ? ഗ്ലോബൽ വെക്ട്ര ഹെലികോപ്റ്റേഴ്സ് എന്നൊരു ലിസ്റ്റഡ് കമ്പനിയുണ്ട്, അതിൽ അദ്ദേഹം ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 11 മാർക്കി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റയാണ് നമ്മളിന്ന് പുറത്തോട്ട് വിടുന്നത്. വീണ്ടും ഞാൻ ഡിസ്ക്ലെയിമർ പറയുന്നു, ഇതങ്ങനെ തന്നെ ഇത് അബ്സോർബ് ചെയ്തുകൊണ്ട് പോകരുത്. ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളുണ്ടാവാം. നമ്മൾ കമ്പൈൽ ചെയ്തതല്ല, അതിൻ്റേതായ പ്രോബ്ലംസും ഉണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇത് ആരാണോ കമ്പൈൽ ചെയ്ത് അവരുടെ പ്രോബ്ലം വെച്ചാൽ നമ്മൾ ചില ഇൻഫർമേഷൻ ഒക്കെ മേടിക്കുമ്പോൾ ചില ക്വാർട്ടറിൽ ഡിലേഡ് ആയിട്ടൊക്കെ ആയിരിക്കും പറയുന്നത്. കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ NSDL നിന്നോ CSDL നിന്നോ അല്ലെങ്കിൽ NSE നിന്നോ BSE നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡേറ്റാ ബേസിൽ നിന്നോ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും അവരിത് തന്നേക്കുന്നൊരു പോയിൻ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്ലെയിമർ പറഞ്ഞു. അതായത് നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകുമ്പോൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ അതിനകത്ത് പറയാൻ, ഞാൻ ഒന്നുമല്ല. ബട്ട് ഈ പറഞ്ഞ പോലെ വിജയ്ക്ക് എടിയൊക്കെ എനിക്ക് പേഴ്സണലി അറിയാം. അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യക്തികളും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്. ബട്ട് ഈവൻ ദെൻ ഇവരുടെ ആരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആവാറില്ല. കാര്യം എൻ്റെ തോട്ട് പ്രോസസ്സ് വേറെയാണ്, എൻ്റെ സ്വഭാവം വേറെയാണ്, ഞാൻ വളർന്ന സാഹചര്യം വേറെയാണ്, എൻ്റെ നോളജ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കും എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരാരെങ്കിലും ഹോൾഡ് ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റോക്ക് ചിലപ്പോൾ എൻ്റെ കയ്യിലും ഉണ്ടായി പോവാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് പ്രത്യേകം ഡിസ്ക്ലെയിമർ പറയുന്നു. ചില കമ്പനികൾക്ക്, എനിക്കറിയില്ല, ചില കമ്പനികൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഹോൾഡിംഗ് ഇൻട്രസ്റ്റ്, വെസ്റ്റഡ് ഇൻട്രസ്റ്റോ എനിക്കോ ഉണ്ടാവും, എനിക്കോ ഫാമിലിക്കോ ഉണ്ടാവും. അതുകൊണ്ട് ടേക്ക് മീ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ബട്ട് ഈവൻ ദെൻ എനിക്ക് തോന്നുന്നു നിഖിലിന് അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് ഇതൊന്നും റെക്കമെൻഡേഷനോ ഒരു അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ഓരോരുത്തർക്കും ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് അവർക്ക് നന്നായിട്ടുള്ളത്. ഞാൻ ഈ പറയുന്നതിൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ടോപ്പ് 3 ഹോൾഡിംഗ് നോക്കുമ്പോൾ പലരും ഞെട്ടും. ഈ സ്റ്റോക്കുകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങളിത് മേടിച്ചിട്ടില്ലല്ലോ. അതാണ് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ നോക്കുന്നത്, നമ്മൾ പോകുന്നത് പോപ്പുലർ നെയിംസിലാണ്. എന്നാൽ പോപ്പുലറായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് പോകുന്നത് അൺനോൺ നെയിംസിൽ പോയിട്ട് ഔട്ട്സൈസ്ഡ് ആയിട്ടുള്ള ബെറ്റ് എടുത്തിട്ടായിരിക്കും അവർ കാശുണ്ടാക്കണം. ആ സ്റ്റോക്കുകളൊന്നും ഇന്ന് നമ്മുടെ കണ്ണിൽ പോലും പെടില്ല. കാര്യം അതിനകത്ത് വലിയ ഇംഗ്ലീഷ് പറയുന്ന CEOയോ MDയോ അല്ലെങ്കിൽ ലാർജർ വിഷൻ പറയുന്നതോ ടാർജറ്റോ ഞങ്ങൾ ഇവിടുന്ന് ഡബിൾ ചെയ്യുന്ന പറയുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അവിടെ ആയിരിക്കാം നമ്മൾ ഇതിനകത്ത് നിന്ന് ഞെട്ടണം. ഞാൻ ഞെട്ടുന്നത് അതിൽ നിന്നാണ്. അതായത് നമ്മൾ പറയുമ്പോൾ ഇന്നയിലൊന്നും അല്ല. നമ്മൾ കേട്ടിരിക്കുന്ന പല കമ്പനികളും ഈ പറയുന്ന പോലെ ഇവരുടെയൊന്നും പോർട്ട്ഫോളിയോയിൽ വളരെ കുറവാണ് എന്നുള്ളത്. ഉണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ ടോട്ടലായിട്ട് എടുക്കുമ്പോൾ അതിൽ 30-40% കമ്പനിയെ നമ്മുടെ വാച്ച് ലിസ്റ്റിലോ നമ്മുടെ കണ്ണിലോ പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ടും അവർ കാശുണ്ടാക്കി. എന്തുകൊണ്ടാണ്? ചില കമ്പനികൾ നമ്മൾ അറിയാതെ അവർ മേടിച്ച് അതിനകത്ത് ഔട്ട്സൈസ്ഡ് ആയിട്ടുള്ള ബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വലിയ മൾട്ടി ബാഗർ റിട്ടേൺ അവരുണ്ടാക്കി എന്നുള്ളതാണ്. എന്നാൽ നമ്മളിവിടെ പോണതോ പോപ്പുലറായിട്ടുള്ള, ചിലപ്പോൾ പ്രോഫിറ്റബിൾ അല്ലാത്ത, എല്ലാവരും പറയുന്നതിൻ്റെ പുറകെ പോകും. ആരും പറയാത്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ മണി ഈസ് നെയ്തർ ക്രിയേറ്റഡ് nor destroyed. Money is just changing hands from one person to another person. One man's loss is another man's gain and it is vice versa. അപ്പോൾ മാർക്കറ്റിൽ 99% of the people lose money for the 1% to 1. അപ്പോൾ 99% ഓഫ് പീപ്പിൾ എന്താണ് ചെയ്യുന്നത്? അവരെല്ലാവരും കൂടി ഒരേ തെറ്റാണ് ചെയ്യുന്നത്. എന്താ? 1% എന്താണ് ചെയ്യുന്നത്? മാറി ചിന്തിക്കുന്നു. ആ മാറി ചിന്തിക്കുന്നവരുടെ ലിസ്റ്റ് ആയിരിക്കണമല്ലോ നമ്മൾ ഈ പറഞ്ഞത്. കാര്യം അതുകൊണ്ടാണല്ലോ ഇവരെ കയ്യിലിരിക്കുന്ന 50-60% സ്റ്റോക്കുകളും നമ്മൾ പോപ്പുലറായിട്ട് നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാത്തത്. ഇതാണ് അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയ സ്റ്റഡി. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഡെസിഫർ ചെയ്തെടുക്കാം. അവരുടേതായ ഇഷ്ടത്തിന് അവർക്ക് മാറ്റിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ. എക്സാക്റ്റ് ഡേറ്റ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബട്ട് ഒരു പരിധി വരെയൊക്കെ ഇതിനെ നമുക്ക് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓട്ടോ യൂണിക്കിൽ നമ്മുടെ മുൻപുണ്ടായിരുന്ന ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ജപ്പാനീസ് യെൻ വലിയ രീതിയിൽ തന്നെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ US-ൻ്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നു. എന്നാൽ നിലവിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം $160 എന്ന് പറയുന്നിരിക്കുന്ന ആ ഒരു സൈക്കോളജിക്കൽ ലെവലിലേക്ക് നിലവിൽ ഇപ്പോൾ ജാപ്പനീസ് യെൻ വീണ്ടും താഴ്ന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. യെൻ ഇത്രത്തോളം താഴുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജാപ്പനീസ് സെൻട്രൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ അവർ ഹോൾഡ് ചെയ്യുന്ന ട്രഷറി ബോണ്ട് ഈൽഡിലുമൊക്കെ തന്നെ ഒരു സെൽ ഓഫ് ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ US-ൻ്റെ ട്രഷറി ബോണ്ട് ഈൽഡ് വീണ്ടും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഇതും ഒക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ഏത് രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കും? അതിനെ കാണുന്ന വേറൊരു രീതിയിൽ വേണം നമ്മളിതിനെ കാണാൻ. അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താ? ജാപ്പനീസ് ബാങ്ക് ഓഫ് ജപ്പാൻ BOJ, അവിടുത്തെ സെൻട്രൽ ബാങ്ക്,
അമേരിക്കയിലെ ഫെഡ്, ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാണ് യെന്നിനെ പിടിച്ചു നിർത്താനായിട്ട് ഇത് പോയത്. അപ്പം നമ്മൾ വിചാരിക്കണം എന്താ, ഇതൊക്കെ വലിയ ആൾക്കാർ, ഇവരാണല്ലോ എല്ലാത്തിലും കൈവയ്ക്കുന്നത്, ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഇവരെന്തിനാ അത് പോയത്? യെൻ പിടിച്ചു നിർത്താൻ വേണ്ട. ഇവർ ഇത്രയും പമ്പ് ചെയ്തിട്ട് പോലും യെൻ നിന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, മാർക്കറ്റ് ഇസ് മച്ച് ലാർജർ ദാൻ എൻ ഇൻഡിവിജ്വൽ ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മൾ വിചാരിക്കും പോലെ മാർക്കറ്റ്, നമ്മൾ ഈ മാർക്കറ്റിൽ FI ചെയ്യുന്നതൊക്കെ ശരി, അല്ലെങ്കിൽ മറ്റവർ ചെയ്യുന്നതൊക്കെ ശരി, ഫെഡ് ചെയ്യുന്നതൊക്കെ ശരി, ബാങ്ക് ഓഫ് ജപ്പാൻ ചെയ്യുന്നത് ശരി, ഇവരൊക്കെ ചെയ്യുന്നത് ശരിയാണ്, കറക്റ്റാണ്, കറക്റ്റ് പ്രൊസീജിയർ ആണെങ്കിൽ ഈ യെന്നിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ഇവരുടെ ആക്ഷൻ അവിടെ തന്നെ സക്സസ്ഫുൾ ആവണമല്ലോ. ഇത് ഒരു രീതിയിലും സക്സസ്ഫുൾ ആയില്ല. എന്തിന്? ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയെ US ഗവൺമെൻറ്റിനെ കൊണ്ട് സ്റ്റേക്ക് എടുപ്പിച്ച് ഈ AI ഗ്രോത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാവെന്ന് പറഞ്ഞത് മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്ലെയർ ആണെന്ന് നമ്മൾ ഇപ്പോൾ അവകാശപ്പെടുന്ന ട്രംപാണ്. അത് ഏതാണ്ട് 25-30% ഡൗൺ ആണ് ഇന്റൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന പോലെ നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ പ്രസ്ഥാനം ഈസ് മച്ച് ലാർജർ ദാൻ എൻ ഇൻഡിവിജ്വൽ ഓർ എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബി ഇറ്റ് ബാങ്ക് ഓഫ് ജപ്പാൻ, ബി ഇറ്റ് ട്രംപ്, ബി ഇറ്റ് ഫെഡറൽ റിസർവ്, ബി ഇറ്റ് FII, ബി ഇറ്റ് ഗോൾഡ്മാൻ സാക്സ്, ബി ഇറ്റ് മീ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കളക്റ്റീവായിട്ടുള്ള വിസ്ഡമാണ്. ലാർജ് എമൗണ്ട് ഓഫ് മണി ഈസ് ഹാപ്പനിങ്. അപ്പോൾ എന്നിനെ പിടിച്ചു നിർത്താൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ആലോചിക്കുന്നത്? അതിനകത്ത് ഭവിഷ്യത്തുകൾ അവിടെ നിൽക്കട്ടെ, നമ്മൾ ആദ്യം ഇതിനകത്തുനിന്ന് പഠിക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റഡി എന്താ? ആര് പറയുന്നതും ശരിയാവണമെന്ന് നിർബന്ധമില്ല. മാർക്കറ്റിനും മാർക്കറ്റിൻ്റെതായ മൈൻഡ് ഉണ്ട്. ആൻഡ് മാർക്കറ്റ് ഈസ് മച്ച് ലാർജർ. ഭാവ് ഭഗവാൻ ഹേ, ഭാവ് ഭഗവാൻ ചേ, മാർക്കറ്റ് ഈസ് ഗോഡ്, പ്രൈസ് ഈസ് ഗോഡ് എന്നുള്ള രീതിയിൽ വാട്ട് എവർ മാർക്കറ്റ് ഡസ് ഈസ് വെരി കറക്റ്റ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് അതിൻ്റേതായ റീസൺ ഉണ്ടാവും എന്നുള്ളതാണ് അതിനകത്ത് നിന്ന് കിട്ടുന്ന സ്റ്റഡി എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. തീർച്ചയായിട്ടും ബോണ്ട് ഡീലിനെ സംബന്ധിച്ച് നമ്മളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് നെഗറ്റീവ്. ആ ഒരു റിസ്ക് നമ്മൾ പലപ്പോഴായിട്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ ട്രേഡ് സെറ്റ് ഓഫ് ഗ്ലോബൽ മാർക്കറ്റിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടക്കുന്നത്, ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി എങ്ങനെയാണ് സ്മോൾ മിഡ് എന്ന് പറയുന്ന ആ കാറ്റഗറി ഓഫ് സ്റ്റോക്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് നമ്മൾ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. നിഖിൽ, നിലവിലെ ഒരു ട്രേഡിംഗ് എന്തായാലും നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവ് തന്നെ തുടരുന്നു. ഏകദേശം 0.5% ഉള്ളൊരു ഇടിവുണ്ടാകുന്നു. ബാങ്ക് നിഫ്റ്റിയൊക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് പുരോഗമിക്കുന്നത്. നിഖിൽ, സോറി, ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. അതായത് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, മാർക്കി ഇൻവെസ്റ്റേഴ്സിൻ്റെ, ഇപ്പോൾ ഫെഡറൽ റിസർവ്, ബാങ്ക് ഓഫ് ജപ്പാൻ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരേ ഒരു പാഠമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നതും നമ്മൾ കാണുന്നതും എല്ലാം സത്യമാവണമെന്നോ ശരിയാവണമെന്നോ നിർബന്ധമില്ല. അതിനേക്കാളും നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്. നമ്മുടെ പല അനാലിസിസുകളും തെറ്റിയേക്കാം, നമ്മൾ ഓഫ് ഗാർഡഡായി പെട്ടേക്കാം. അതുകൊണ്ട് വളരെ റാഷണലായിട്ട് കോമൺ സെൻസോടുകൂടി തെറ്റുകൾ അവോയ്ഡ് ചെയ്ത് ഒരുപാട് എക്സൈറ്റ്മെൻറ്റോടെ ഇന്നാൾ മേടിച്ചു മറ്റവരത് ചെയ്യാൻ പോകണമെന്ന് ചാടി കളിച്ച് നടക്കണേന്നും ഭേദം വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ ആലോചിച്ച് സിമ്പിളായിട്ട് ഒരു ബിസിനസ്സിനെയാണ് ഞാൻ മേടിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമുക്ക് അടുത്ത കാലത്തെങ്ങും വേണ്ടാത്ത പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ കുറേയൊക്കെ റിസ്ക് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നിഖിൽ, നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഹൗസിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷനല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപ തീരുമാനവും സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ സഹായത്തിലും ശിക്ഷണത്തിലും മാത്രം നടപ്പാക്കുക. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.